ഓക്കെ, സെറ്റ്. ഇപ്പോൾ വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. എല്ലാ ആളുകളും വീഡിയോയിൽ അറ്റൻഡ് ചെയ്യും. വീഡിയോയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കണ്ട് നമുക്ക് സംസാരിച്ച് പോകാം. അപ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി ആണല്ലോ വേണ്ടത്. അപ്പോൾ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു. ഈ ഒരു മൊമെന്റ്, ഈ ഒരു നിമിഷം നമുക്ക് ഒരിക്കലും തിരിച്ചിട്ടത്തില്ല. പോയാൽ പോയത് തന്നെയാണ്. അടുത്ത നിമിഷം നമ്മൾ മരണത്തിലേക്കോ മറ്റെന്തെങ്കിലുമൊക്കെ അടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. ലേഡീസ് ഓൺലി എന്നല്ല, എല്ലാവരും ഉണ്ട്. നിങ്ങൾ കാണുന്ന ഇവിടെ തുറന്നു വെച്ചാൽ ലേഡീസ് മാത്രമായിരിക്കും. കുഴപ്പമില്ല. അപ്പോൾ ദിസ് മൊമെന്റ് വോണ്ട് കം ബാക്ക്. ഈ ഒരു മൊമെന്റ് നമുക്ക് ഒരിക്കലും തിരിച്ചു വരത്തില്ല. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, ഈ ഒരു ടൈമും ഞാനിപ്പോൾ സംസാരിച്ചിരിക്കുന്ന ടൈം, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. തിരിച്ചൊരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പല സാധനങ്ങളിൽ എൻഗേജ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സ്വിച്ച് ചെയ്യാം. നിങ്ങൾ ഇവിടെ തന്നെ കേൾക്കണം നിർബന്ധമൊന്നുമില്ല. മറ്റൊരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആണെങ്കിൽ അതിനകത്ത് പോകാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ, രണ്ട് തോണിയിൽ കാലിട്ട് കഴിഞ്ഞാൽ അതും നടക്കത്തില്ല, ഇതും നടക്കത്തില്ല. ഓക്കെ, അതും നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ക്ലാസ് കാണുന്ന ആളുകൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന പോലെ തന്നെ വിചാരിച്ചോളൂ ഈ സെഷൻ. ഓക്കെ, അപ്പോൾ ബേസ് ആണ്, ഏറ്റവും ബേസ് ആണ് പറയുന്നത്. ഓൾറെഡി സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, പക്ഷേ ബേസ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റക്ക് ആയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടൈമിൽ ആളുകൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സാധനത്തിലേക്ക് തൽക്കാലം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് നടക്കും, അല്ലെങ്കിൽ ഇത് നടക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ അക്കൗണ്ട്സിലേക്ക് പോവാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാടൻ വർത്തമാനത്തിലായിരിക്കും പോകുന്നത് കേട്ടോ. അക്കൗണ്ട്സിലെ സിസ്റ്റങ്ങളൊക്കെ ഒഴിവാക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ടാവും, ബിസിനസ് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും. ഈ സ്ഥാപനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത മുതലാളിമാർക്ക് എന്തറിയണം? ഈ സംഭവം നഷ്ടത്തിലാണോ ലാഭത്തിലാണോ പോകുന്നതെന്ന് അറിയണം. അതിനൊരു കൗതുകം ഉണ്ടാവും എല്ലാവർക്കും, അല്ലേ? ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടത്തുന്ന 90% ആളുകൾക്കും അവരുടെ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. സത്യസന്ധമായിട്ട് കാര്യം, ഞാൻ കൺസൾട്ടിങ് മേഖലയിൽ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അവർ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, എത്ര കിട്ടാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എന്താണ് ഇപ്പോഴത്തെ സ്ഥാപനത്തിന്റെ അവസ്ഥ, ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇങ്ങനെ ഒരു പിടുത്തമില്ലാത്ത ഇഷ്ടംപോലെ ബിസിനസ് ഓണേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ബിസിനസ് ക്ലാസ്സിലൊക്കെ പറയുന്ന സമയത്ത് പല ആളുകൾക്കും അറിയില്ല. അക്കൗണ്ടന്റ് എന്തൊക്കെയോ എഴുതി തരുന്നു, അയാൾ എന്തൊക്കെയോ വായിക്കുന്നു, എന്തൊക്കെയോ ലാഭം കൊടുക്കുന്നു, ഇല്ലാത്ത ലാഭം വെറുതെ എടുത്തു കൊടുക്കുന്നു. പിന്നെ മുസ്ലിംസ് ഒക്കെ ആയതുകൊണ്ട് വീട്ടിലൊരു മരണം ഉണ്ടായിരുന്നു, വൈകുന്നേരം കബറടക്കി, പിന്നെ വന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ റെക്കോർഡിങ് തരാം കേട്ടോ. നിങ്ങൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചെയ്തോളൂ. എന്തായാലും നിങ്ങൾ ആ ഒരു സീരിയസ്നെസ്സോട് ഇവിടെ വന്നതിൽ, എന്തായാലും വീട്ടിൽ മരണം സംഭവിച്ചാൽ നിങ്ങൾ ഇതിനകത്ത് ഇരിക്കാന്ന് പറയുമ്പോൾ നിങ്ങളെ ഡെഡിക്കേഷൻ ഞാൻ അപ്രീസിയേറ്റ് ചെയ്യണം. ഓക്കെ, സോറി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ റെക്കോർഡിങ് തരാം, നിങ്ങൾ അവിടെ എൻഗേജ്ഡ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു. അപ്പം മിക്കവാറും ബിസിനസ് ആളുകൾ സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാണ്: എന്താണിത്, എങ്ങോട്ടൊക്കെ നടക്കുന്നത്, എങ്ങോട്ടൊക്കെ ഈ പോകുന്ന ബിസിനസ്? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടോ? അല്ലെ, ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും അകത്തുണ്ടോ? ചിലപ്പോൾ നല്ലോണം ബിസിനസ് ചെയ്യുന്നുണ്ടോ? അല്ലെ ബന്ന, നാട്ടിൽ ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നം എന്താ അറിയാം, ഭയങ്കര കച്ചവടമൊക്കെ ഭയങ്കരമായിരിക്കും. ഇത് എന്താ സംഭവിക്കുന്ന ഒരു പിടുത്തമില്ല, നഷ്ടമാണോ ലാഭമാണോ ഇതൊന്നും അറിയാത്ത രീതിയിൽ കണ്ണും പൂട്ടി അങ്ങ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു ഒഴുക്ക് പോലെ ചെയ്യുന്ന ആളുകളുണ്ട്. ഏതായാലും രാവിലെ എഴുന്നേൽക്കണം, കച്ചവടം രാവിലെ പോകണം, വൈകുന്നേരം കുറെ സാധനങ്ങൾ വിൽക്കണം, വൈകുന്നേരം എന്താ കിട്ടുന്ന വെച്ചാൽ മീനും വാങ്ങി വീട്ടിലേക്ക് വരണം. നഷ്ടമാണോ അറിയില്ല, ലാഭമാണോ അറിയില്ല. ഓക്കെ, ഇവര് യഥാർത്ഥത്തിൽ ഇത്തരം ബിസിനസ്സുകൾ അവസാനം വലിയ കുഴിയിൽ പോയിട്ടാണ് വീഴുക. അപ്പോഴേക്കും ഇവരുടെ വീടും പണവും സ്വത്തും സമ്പാദ്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടാവും. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താ അറിയാം? ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നൊരു പിടുത്തമില്ല. ചിലപ്പോൾ അവിടെ ആദ്യം വെക്കുന്ന അക്കൗണ്ടന്റ് ചിലപ്പോൾ ഒരു വിവരമില്ലാത്ത അക്കൗണ്ടന്റ് ആയിരിക്കും. അവന് മാത്രം കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും സെയിൽസ് ചെയ്യാനും മാത്രമേ അറിയായിരിക്കും. ബാക്കി ഇതിനകത്ത് നടക്കുന്ന ഒരു ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് ഒരു ബോധ്യം അയാൾക്ക് ഉണ്ടാവില്ല. അത്തരം ആളുകൾ അക്കൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം സംഭവിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ തന്നെ നമുക്കും ചെറിയ നോളജ് ഒക്കെ വേണം. ഇതിനകത്ത് എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്, എങ്ങനെ ചെയ്താലാണ് നഷ്ടം ലാഭം കിട്ടുക, ഇതൊക്കെ കണക്ക് കൂട്ടാൻ പഠിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അങ്ങനെയുള്ള ഓരോരോ സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മുതലാളി അല്ലെങ്കിൽ ആ കമ്പനി പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾ മാറണം. അതിനാണല്ലോ നിങ്ങൾ അക്കൗണ്ടിങ് പഠിക്കുന്നത്.
ആ മുതലാളി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്മാൻ ഇനി ഗവൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഗവൺമെന്റ് അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. ആ രീതിയിൽ നിങ്ങൾ അക്കൗണ്ട്സ് പഠിക്കണം. അതല്ലാത്ത രീതിയിൽ അക്കൗണ്ട്സ് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ MBA ആയിട്ടും കാര്യമില്ല, അതിൻ്റെ മുകളിലുള്ള എന്ത് ബിരുദം എടുത്തിട്ടും കാര്യമില്ല. നിങ്ങൾക്കൊരു പെട്ടിക്കടയുടെ കണക്ക് പോലും ചെയ്യാൻ കഴിയില്ല, കൃത്യമായിട്ടും പ്രാക്ടിക്കൽ സംഭവം പഠിച്ചിട്ടില്ലെങ്കിൽ. ഇങ്ങനെ പ്രാക്ടിക്കൽ പഠിക്കാത്ത ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സ്ഥാപനം ഈ രീതിയിൽ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവുക. ഇന്ന് നാട്ടിൽ നടക്കുന്ന 90% അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്ന ആളുകളും യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ഡാറ്റ എൻട്രി വർക്കാണ്. പർച്ചേസ് ചെയ്യുക, സെയിൽസ് അടിക്കുക, പർച്ചേസ് അടിക്കുക, സെയിൽസ് അടിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള ജോലി നമ്മുടെ നാട്ടിൽ. ഈ പർച്ചേസ് സെയിൽസ് എന്നുള്ളതിന് അക്കൗണ്ട്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? MBA പഠിക്കേണ്ട ആവശ്യമുണ്ടോ? BCom പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റില്ല ഇത് പർച്ചേസും സെയിൽസും. ഇവനെ കൊണ്ടിരുത്തി അക്കൗണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ ബിസിനസ് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത്തരം ആളുകൾ അക്കൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് കോളം ചെയ്യും. ഇവരോടൊന്ന് പോയി ചോദിച്ചു നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിനകത്ത് അക്കൗണ്ട്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കാൻ കൺസൾട്ടേഷൻ ഒക്കെ പോകുന്ന സമയത്ത് ആദ്യം ചോദിക്കുക, ഇവിടെ റെന്റ് എത്ര രൂപ കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഉടനെ തുടങ്ങും. കുറെ പേപ്പർ അവിടെ നിന്ന് വലിക്കും, കുറെ പേപ്പർ ഇവിടെ നിന്ന് വലിക്കും. കഴിഞ്ഞ ആഴ്ച അവിടെ കൊടുത്തിരുന്നോ, ഇവിടെ കൊടുത്തിരുന്നോ, ഫോം വിളിക്കലായി. കഴിഞ്ഞ ആഴ്ച നീ അല്ലേ കൊടുത്തിരുന്നോ, അവൻ കൊടുത്തിരുന്നോ, ഇവൻ തുടങ്ങിയിട്ട് ഇങ്ങനെ കുറെ പേപ്പർ എടുത്ത് വരും. ഇവന്റെ മുമ്പിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാണോ? അപ്പൊ ഈ കമ്പ്യൂട്ടറിനകത്ത് ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടല്ലേ അവിടെയും ഇവിടെയും നോക്കുന്നത്. അല്ലെങ്കിൽ ചോദിക്കും കഴിഞ്ഞ മാസം എത്ര രൂപയുടെ കറണ്ട് ബില്ല് അടിച്ചു നോക്കി. ഇവൻ അപ്പം നോക്കും പഴയ ബില്ല് എവിടെയാ, അവിടെ സാറേ കഴിഞ്ഞ ബില്ല് എവിടെ. കുറെ ആളുകൾ ഇങ്ങ് വിളിക്കും, കഴിഞ്ഞ പ്രാവശ്യം ബില്ല് എവിടെ അടിച്ചിരുന്നത്, ഈ ബില്ല് വെച്ച സ്ഥലം നീ കണ്ടിരുന്നോ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളി അവിടെ ഒരു അക്കൗണ്ട്സും ഇല്ല. അവിടെ നിങ്ങൾ എന്ത് SAP ഇംപ്ലിമെന്റ് ചെയ്തിട്ടും കാര്യമില്ല, കാരണം ഇത് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഇത് കൃത്യമായിട്ടും ചെയ്യാൻ അറിഞ്ഞ് ഒരു കമ്പനി, ഒരു മുതലാളി, ഒരു ബിസിനസ്സുകാരൻ, ഒരു ഗവൺമെന്റ് ആരാണോ എക്സ്പെക്ട് ചെയ്യുന്നത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ട്സ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അക്കൗണ്ട്സിന്റെ ക്ലാസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം ബിസിനസ് എന്താന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ബിസിനസ് എല്ലാവർക്കും അറിയില്ല. എന്താ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചില്ല. എന്താ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ബിസിനസ്? നാടൻ ഭാഷയിൽ പറയണ്ട, അക്കൗണ്ട്സ് ഒക്കെ വിട്ടോളി. ഞാൻ ഒരു ബുക്ക് പോലും ഞാൻ എന്റെ മുമ്പിൽ വെക്കാതെ നാടൻ ഭാഷയിൽ സംസാരിക്കുന്നത്. എന്താ ബിസിനസ് എന്താ? കാരണം ഇത് മനസ്സിലാവാതെ നമ്മൾ വെറുതെ കുറെ പഠിച്ചിട്ട് കാര്യമില്ല. വാട്ട് ഈസ് ബിസിനസ്? വാങ്ങലും കൊടുക്കലും നടക്കുന്ന ബിസിനസ്. അതൊരു ബിസിനസ് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെ ആർക്കും എന്താ പറയാനുള്ളത്? ജീവിക്കാനൊരു മാർഗം. ജീവിക്കാനൊരു മാർഗം, അതന്നെ ബിസിനസ്. പിന്നെ കറക്റ്റ് ആട്ടോ. പിന്നെ എന്താ ബിസിനസ്? എന്തായിരുന്നു? സർവീസ് ബിസിനസ്. ഓക്കെ, അത് മറ്റൊരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. ബന്ന പറഞ്ഞ അതിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് പൈസ വേണം, ശരിയല്ലേ? ജീവിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് പൈസ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും. ഇത് ജീവിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ ബിസിനസ്. ചില ആളുകൾ സാധനങ്ങൾ വിറ്റിട്ടായിരിക്കും ജീവിക്കാനുള്ള വഴി കാണുന്നത്. ചില ആളുകൾ സർവീസുകൾ കൊടുത്തിട്ടായിരിക്കും ജീവിക്കാനുള്ള വഴി കാണുന്നത്. ഇത്രയേ ഉള്ളൂ. ജീവിക്കാനുള്ള വഴി കാണുന്നത് ചില ആളുകൾ എന്ത് ചെയ്യും? സാധനങ്ങൾ കൊടുത്തിട്ടായിരിക്കും. ചില ആളുകൾ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടായിരിക്കും വഴി കാണുന്നത്. ഇപ്പൊ ചില ആളുകൾ വീട്ടിലെ ഒരു സ്ത്രീകൾ ഒരുപാടുണ്ട്. ചില ആളുകൾ വീട്ടിൽ നിന്ന് സോപ്പ് നിർമ്മിക്കുന്നു. ചില ആളുകൾ വീട്ടിൽ കേക്ക് നിർമ്മിക്കുന്നു. ചില ആളുകൾ ഡ്രസ്സ് അടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പല സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ചില ആളുകൾ ഉണ്ടാക്കുന്ന ആളുകൾ, മാനുഫാക്ചറിങ് ബിസിനസ് എന്നാണ് അതിന് പറയാം. ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ, പ്രൊഡ്യൂസിങ് ബിസിനസ്സുകൾ, മാനുഫാക്ചറിങ് ബിസിനസ്സുകൾ. ചില ആളുകൾ എന്താ ചെയ്യുക? അവർക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാക്കാനൊന്നും അറിയില്ല. അവരെന്താ ചെയ്യുക? ഉണ്ടാക്കിയ ആളുകളുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിയിട്ട് വേറെ നമ്മളെ പോലുള്ള ആളുകളിലേക്ക് സെയിൽ ചെയ്യും. സോപ്പ് ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ ഉണ്ടാക്കിയതിൻ്റെ അടുത്ത് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? അതിനെക്കാട്ടിലും കുറച്ചും കൂടി വില കൂട്ടിയിട്ട് വേറെ എവിടെയെങ്കിലും വിൽക്കും. ഇതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയാം. ആദ്യം എന്തായിരുന്നു? ഉണ്ടാക്കുന്ന ആളുകളാണ്. രണ്ടാമത്തത് ഉണ്ടാക്കിയ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വേറെ ആക്കി വെക്കുക, ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ പരിപാടികൾ, പ്രൊഡക്റ്റ് ആയിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ല. ഇവര്
നാവ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ടാവും. ഉദാഹരണം, ഞാൻ മിക്കവാറും നാവ് കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. പ്രൊഡക്റ്റ് ഒന്നുമില്ല, സംസാരിച്ച് ബിസിനസ് ചെയ്യുന്ന ആളാണ്. സംസാരം, കൺസൾട്ടേഷൻ, ഇതൊക്കെ കൊടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അക്ഷയ സെന്റർ, അവർ പ്രൊഡക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, നികുതി ഷീറ്റ് കൊടുക്കുന്നു, കുടിക്കടം പകർത്തി കൊടുക്കുന്നു, ആധാരത്തിന് സാധനങ്ങൾ എഴുതി കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ അല്ലെ. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ സാധനങ്ങൾ കൊടുക്കും, പാത്രം ചെമ്പട്ടി ഒന്നും കൊടുക്കൂല. അവിടെ എന്താ കൊടുക്കുക? അവിടെ ബാങ്കിന്റെ സർവീസ് ആണ് കൊടുക്കുന്നത്. ക്ലിയർ? ബാങ്കിന്റെ സർവീസ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ 3 തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണ രീതിയിൽ കാണാറുള്ളത്. ഒന്നെങ്കിൽ ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ, അല്ലെങ്കിൽ ഉണ്ടാക്കിയത് വിൽക്കുന്ന ബിസിനസ്സുകൾ, അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ പ്രൊഡക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത സർവീസ് മേഖലയിലുള്ള ബിസിനസ്സുകൾ. ഇങ്ങനെ 3 തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമ്മുടെ നാട്ടിൽ സാധാരണ രീതിയിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ ചുറ്റുഭാഗത്ത് നിന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നെങ്കിൽ ഉണ്ടാക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കിയത് വിൽക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ സർവീസ് കൊടുക്കുന്ന ആളായിരിക്കും. ഇല്ലെങ്കിൽ ഇത് 3ഉം കൂടി ഒന്നിച്ച് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇല്ല, ചില ആൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കും, ഉണ്ടാക്കിയിട്ട് അയാൾ തന്നെ ഇത് സെയിൽ ചെയ്യും. ഇത് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അയാൾ തന്നെ നന്നാക്കി കൊടുക്കും. 3ഉം കൂടി കമ്പൈൻ ചെയ്തിട്ട് വരും അല്ലെ. ഇതല്ലാത്ത ബിസിനസ് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടാവില്ല. ഇനി നിങ്ങളുടെ നാട് എന്നല്ല, ഇപ്പൊ ഇത് കേരളത്തിലെ എല്ലാ ജില്ലക്കാരും ഇതിനകത്തുണ്ടല്ലോ. കാരണം നമ്മളൊരു 10-100 ആളുകൾ ഉണ്ടെങ്കിൽ ഈ 100 ആളുകൾ 80 ആളുകളുടെ അടുത്ത് കേരളത്തിലെ എല്ലാ ജില്ലക്കാരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഉണ്ടോ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. വന്ന അങ്ങനല്ലേ? കേരളത്തിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കേരളത്തിലുള്ള എല്ലാ ആളുകളും ഉണ്ട്. നിങ്ങളുടെ നാട്ടിലില്ലെങ്കിൽ പിന്നെ കേരളത്തിലില്ല അത്തരം ബിസിനസ്. ഇനി നോർത്തിലേക്ക് പോയി കഴിഞ്ഞാലും ഇതല്ലാത്തൊരു ബിസിനസ് ഉണ്ടാവില്ല. നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതല്ലാത്ത ബിസിനസ് ഉണ്ടാവില്ല. കേരളം വിട്ടു ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ പോലും ഇതല്ലാത്ത ബിസിനസ് ഉണ്ടാവില്ല. UK പോയി കഴിഞ്ഞാലും സ്വിറ്റ്സർലാൻഡ് പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും കാർ വാഷ് ഏത് ബിസിനസ്സിലാണ്? കാർ വാഷ് സർവീസ് മേഖലയിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? സർവീസ്, അവിടെ പ്രൊഡക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, സർവീസാണ് കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഹലോ, ഇവിടെ ഇല്ലേ? മൈക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ഇത്തരം ബിസിനസ്സുകൾ എന്താ ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ലോകത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഈ 3 തരത്തിലുള്ള ബിസിനസ് അല്ലാത്തൊരു ബിസിനസ് ലോകത്തില്ല. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ 3 ബിസിനസ്സുകളുടെയും അക്കൗണ്ട്സ് എങ്ങനെ ചെയ്യാന്ന് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ലോകത്തിലെ ഏത് ബിസിനസിന്റെയും അക്കൗണ്ട്സ് നമുക്ക് കൈകാര്യം ചെയ്യാം. ശരിയല്ലേ? ഈ 3 ബിസിനസ്സുകളുടെയും അക്കൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഉദാഹരണം, നമ്മൾ ചൈനയിൽ പോയപ്പോൾ നമ്മൾ പോയി എത്തപ്പെട്ടത് ഒന്നെങ്കിൽ ഒരു സർവീസ് മേഖലയിലായിരിക്കും. അപ്പൊ സർവീസ് മേഖലയുടെ അക്കൗണ്ട്സ് നമുക്ക് അറിഞ്ഞാൽ മതി. ചൈനീസ് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമുക്ക് ഗൂഗിൾ പല സംവിധാനങ്ങളും ഇല്ലേ? ഭാഷ അറിയാത്തതിന് പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. അക്കൗണ്ട്സ് അറിയാത്തതിന് അവിടെ പല സംവിധാനങ്ങളില്ല. ക്ലിയർ ആയോ? സെറ്റ് അല്ലേ? അപ്പം ചൈനയിൽ പോയി കഴിഞ്ഞാലും ജപ്പാനിൽ പോയി കഴിഞ്ഞാലും അക്കൗണ്ട്സ് അറിയാത്തത് കൊണ്ട് നിങ്ങൾ കുടുങ്ങാൻ പാടില്ല. ഭാഷ അറിയാത്തതുകൊണ്ട് നിങ്ങൾ കുടുങ്ങിക്കോട്ടെ. ഭാഷ അത് ആംഗ്യം കാണിച്ചാലും നമ്മൾ രക്ഷപ്പെടുന്നല്ലേ. ഭാഷ അറിയില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അങ്ങോട്ടേക്ക് ചൂണ്ടിയാൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വാങ്ങിച്ചാലും ഇങ്ങനെ വിളിച്ചാലും മതി, വരും അല്ലേ. മറ്റേ അക്കൗണ്ട്സ് ആംഗ്യം കാണിച്ചുകൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ടും സംഖ്യകൾ തന്നെ അവിടെ വന്ന് വീഴണം. അപ്പോഴേ സമ്പത്തിൽ ക്ലിയർ ആവത്തുള്ളൂ. റെഡി അല്ലേ? അപ്പം ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ ഒന്ന് മാനുഫാക്ചറിങ് ബിസിനസ്, രണ്ടാമത്തത് ട്രേഡിംഗ് ബിസിനസ്, മൂന്നാമത്തത് മാനുഫാക്ചറിങ് ബിസിനസ്. ക്ലിയർ ആണല്ലോ? ഈ 3 ബിസിനസ്സുകളെയും ഈ 3 ബിസിനസിന്റെയും കണക്കുകൾ കൂട്ടി അതിന്റെ നഷ്ടവും ലാഭവും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ പോലെയുള്ള അക്കൗണ്ടന്മാരുടെ ജോലി. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയല്ലോ? സ്കൂളിൽ പഠിക്കുന്ന അക്കൗണ്ടൻസി ആണ്, അത് അക്കാഡമിക് സാധനമാണ്. അക്കൗണ്ടൻസി ആണ് സ്കൂളിൽ പഠിക്കുന്നത്. നമ്മളെ അതിന്റെ ആ ഒരു ഗ്യാപ്പാണ്. അത് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങും അക്കാഡമിക് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ആ ഒരു അതിനിടയിലുള്ള ഒരു പാലമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. സെറ്റായെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഈ ബിസിനസ്സുകളുടെ അക്കൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ബിസിനസ്സുകളിൽ, ഇത്തരം ബിസിനസ്സുകളിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലെ? ഒരു ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കുന്നുണ്ടാവുക? ഒരു ബിസിനസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നുണ്ടാവുക? ആക്ടിവിറ്റീസ് എന്തൊക്കെയാ നടക്കുന്നുണ്ടാവുക? പറഞ്ഞോളി. ചെലവ്, വാങ്ങല്, വാങ്ങലുണ്ടാവും, വിൽക്കലുണ്ടാവും, പിന്നെ സാലറി കൊടുക്കലുണ്ടാവും, റെന്റ് കൊടുക്കലുണ്ടാവും. എല്ലാവർക്കും പറയാൻ ചാൻസ് ഇട്ട് പറഞ്ഞോളി. കടം ഉണ്ടാവും. ആരാ കടത്തിനെ കുറിച്ച് പറഞ്ഞേ? ബാങ്കുമായിട്ട് കടം മിണ്ടി പോരുത്. കടത്തിനെ കുറിച്ച് മിണ്ടിയ കടം വരും.
പിന്നെ മെയിൻ്റനൻസ് ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, മെയിൻ്റനൻസ് ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, ഫണ്ട് ഉണ്ടാവും, ഫണ്ട് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങൾ പറയാത്ത സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനി എന്തായിരുന്നു? റോ മെറ്റീരിയൽസ് ഉണ്ടാവും, റോ മെറ്റീരിയൽസ് ഉണ്ടാവും, തരാനുള്ളവരുണ്ടാവും, കടം കൊടുക്കാനുള്ളവരുണ്ടാവും, തരാനുള്ളവരുണ്ടാവും, കൊടുക്കാനുള്ളവരുണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലേ? തരാന് കൊടുക്കാനുള്ള എല്ലാവരും ഉണ്ടാവും. വാങ്ങല് വിൽക്കല് എല്ലാം ഉണ്ടാവും. ഇതിനെല്ലാം വേണ്ട ഓഫീസ് സൗകര്യങ്ങൾ വേണം. ഇതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വേണം. ഇതെല്ലാം അഡ്വർടൈസ്മെന്റ് വേണം, കറണ്ട് ബില്ല് ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും, റെന്റ് ഉണ്ടാവും, പിന്നെ പരസ്യത്തിന് പൈസ കൊടുക്കുന്നുണ്ടാവും, ഒക്കെ കൊടുക്കുന്നുണ്ടാവും അല്ലേ? ഇത്തരം ഇതെല്ലാം കാര്യങ്ങളൊക്കെ കണക്കൂട്ടി ഉണ്ടാവില്ലേ? ലാഭമാണോ നഷ്ടമാണോ നോക്കാൻ അക്കൗണ്ടന്റ് വേണം. ഇതൊക്കെ നോക്കാന് ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവും, നമ്മളെ പോലത്തെ ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ എഴുതി വെച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ പണി. ഇത് നിങ്ങൾക്ക് അക്കൗണ്ടിങ് പഠിച്ചിട്ടില്ലെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇത്രയും കണക്കും കാര്യങ്ങളും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥാപനം നഷ്ടത്തിലാണോ ലാഭത്തിലാണോ നോക്കാൻ കഴിയുമോ? പറ്റും. എങ്ങനെ പറ്റും? അതുകൊണ്ട് പറയാം. കറക്റ്റ് ആണ്, പറ്റും. എങ്ങനെ പറ്റും? വളരെ സിമ്പിൾ ആണ്. വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ലാഭം. അത് നമുക്ക് കൃത്യമായ രീതിയിൽ റിപ്പോർട്ടായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം തന്നെയാണ് ലാഭത്തിൽ നിന്ന് ചെലവ് കുറച്ച് കഴിഞ്ഞാൽ, വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. അല്ല, മുതലാളി ചോദിക്കല്ലേ, ആഹിർ മുജയ്ക്കാ മിലേഗ, എനിക്ക് എന്താ കിട്ടുന്ന നോക്കിയല്ലേ? ആ ഒരു എമൗണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം. ക്ലിയർ ആയില്ലേ? അപ്പം ഇത് വരവെന്ന് ചെലവ് കുറക്കുക. അതിനൊന്നും കൂടി നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ് അക്കൗണ്ട്സിൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ശരിക്കും വരവെന്ന് ചെലവ് കുറക്കാൻ പോലും അറിയാത്ത അക്കൗണ്ടന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് ഞങ്ങളോട് പറയാം, രഹസ്യമായിട്ട് പറയാം. ചില സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ തല ചൊറിയ അക്കൗണ്ടന്മാര് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു സ്ഥാപനത്തിന് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത്, കഴിഞ്ഞ മാസത്തെ അക്കൗണ്ട്, കഴിഞ്ഞ മാസത്തെ വരവും ചെലവും ഒന്ന് എനിക്ക് എടുത്തുതരാന്ന് പറഞ്ഞപ്പോൾ അവൻ എടുത്തു വയ്ക്കുക എന്നോട് പറയാം, സാറേ നിങ്ങൾ വിചാരിച്ച പോലെ അല്ല, ഇവിടെ സാലറി ഒന്നും എല്ലാ മാസം കിട്ടൂല, പിന്നെ എങ്ങനെ ആ മാസത്തെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ ഈ മാസം സാലറി കിട്ടുന്ന അടുത്ത മാസം 22-ാം തീയതി, ചില ആൾക്ക് പകുതി 5-ാം തീയതി കിട്ടും, കുറച്ച് 2-ാം തീയതി കിട്ടും, കുറച്ച് 4-ാം തീയതി, ഇങ്ങനെയൊക്കെ കിട്ടിയാൽ എങ്ങനെ ഒരു മാസത്തെ കണക്ക് കിട്ടുക? എങ്ങനെ സംഭവിക്കാം? അതുകൊണ്ട് കണക്ക് കൂട്ടാൻ കഴിയാതിരിക്കോ? ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു മാസത്തെ കണക്ക് എങ്ങനെ കൂട്ടും? ഒരു സത്യസന്ധമായ ഒരു പാവ മനുഷ്യന്റെ ചോദ്യമാണ്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള, ഒരു 10 കൊല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ട്സിൽ ഒരു സീനിയർ മാനേജറായിട്ട് പോകാൻ പറ്റിച്ച ഒരു അത്രയും നോളജ് ഉള്ള ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞതാ, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും അക്കൗണ്ട്സ് കൂട്ടാൻ കഴിയില്ല, കാരണം ഇത് കൃത്യമായിട്ട് ഓരോ മാസം കറക്റ്റ് കൊടുത്താലല്ലേ കിട്ടുള്ളൂ. ഇങ്ങനെ ഉണ്ട്. ഇനി മുതലാളി ഒരു ചോദ്യമുണ്ട്, ലാഭം കണക്ക് കൂട്ടുമ്പോൾ സംഭവം ബുക്കിനകത്ത് ഒരു 50,000 രൂപ ലാഭമുണ്ട്. എവിടെ 50,000? കാണാനില്ലല്ലോ. 50,000 എന്ത് ചെയ്തു? ഇവിടെ കാണാനില്ല, ബുക്കിൽ മാത്രം ഉണ്ടായാൽ മതി, കയ്യിൽ കിട്ടണ്ടേ? ഇങ്ങനെ ചോദിക്കുന്ന മുതലാളിമാരുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന ആളുകളില്ല. ആർക്കും ഇങ്ങനത്തെ സിമിലർ എക്സ്പീരിയൻസ് ഉണ്ട്? അക്കൗണ്ടന്റിനോട് ആരുടെങ്കിലും മുതലാളി ഇങ്ങനെ ചോദിച്ചാൽ, ഈ ലാഭം ബുക്കിൽ മതിയോ, കയ്യിൽ കാണണ്ടേ? ഇങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എത്രയുണ്ട്? അക്കൗണ്ടന്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ ആരുടെങ്കിലും ഈ മുതലാളി ഈ ചോദ്യം ചോദിച്ച എത്ര ആളുകൾ? അതായത് പബ്ലിക്കായിട്ട് ചോദിക്കുമ്പോൾ, അക്കൗണ്ട്സിന്റെ ക്ലാസ്സിൽ CA-ക്കാരും CMA-ക്കാരും ഒക്കെ ഉള്ള സെഷനിൽ നമ്മളിത് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത്, ഇത് എല്ലാവരും ചോദിക്കുന്നത് സാറേ, എന്താ ഇത് നമ്മൾ മറുപടി കൊടുക്കണ്ടേന്നുള്ളത്? എന്തുകൊണ്ടാ നമ്മൾ പറയട്ടോ പോകുന്ന വഴിക്ക്? ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ എത്ര ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ, അക്കൗണ്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? പരിചയം ഉണ്ടോ? എന്തിനാ അവിടെ ഇരിക്കുന്നത് ചോദിച്ച ആൾക്കാരുണ്ടോ? എന്തിനാ ഇരിക്കുന്നതെന്ന് ചോദിക്കും, എന്തിനാ ഇരിക്കുന്നതെന്ന് ചോദിക്കും, എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കാം. ഉണ്ടോ അനൂക്ക? ഇല്ല, ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര രസകരമായ സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷെ ആളുകൾക്ക് കൃത്യമായിട്ട് അക്കൗണ്ട്സ് ചെയ്യാൻ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പതറുന്നത്. ഇത്തരം ചോദ്യങ്ങളുടെ മുമ്പിൽ ഇനി ഒരു മാസത്തെ സാലറി അന്നേ ദിവസം കൊടുത്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട്സിൽ എന്ത് സംഭവിക്കാനാണ് വരുന്നത്?
അല്ല എന്റെ ബോസ് ചോദിക്കാണ്ട് എന്ത് തേങ്ങ സംഭവിക്കാന്ന് ചോദിക്കാം. എന്റെ ബോസ് ചോദിക്കുന്ന ചോദ്യം എന്ത് തേങ്ങ ഇവിടെ ഒരു മാസം സാലറി കൊടുത്തില്ല എന്താ സംഭവിക്കുക? അക്കൗണ്ട്സ് എങ്ങനെ തെറ്റുന്ന ഒരു മാസം സാലറി കൊടുത്തിട്ടില്ലെങ്കിൽ? സാലറി കൊടുക്കാനെന്നും പറഞ്ഞ അവിടെ നമ്മൾ എൻട്രി പാസ് ചെയ്യണം. അതെ, അത് ഡ്യൂ എൻട്രി ഇട്ടാൽ അക്കൗണ്ട്സിന് ഒരിക്കൽ പോലും ഇത് ബാധിക്കുന്നില്ലല്ലോ. പക്ഷെ ആളുകൾ ഇല്ല. പറയും ആ മാസം കൃത്യമായിട്ട് സാലറി കൊടുത്തേ. ബാക്കിയുള്ള ആളുകൾ കൺഫ്യൂഷൻ ആവണ്ടേ, ഒന്നും അറിയാത്ത ആളുകളൊന്നും കൺഫ്യൂഷൻ ആവണ്ട. മനസ്സിലായില്ലേ? ഇത്തരം ക്വസ്റ്റ്യൻസുകൾ, ഇത്തരം ഇതൊക്കെ അക്കൗണ്ട്സിൽ ഒരു നോളജും ഇല്ലാത്ത ആളുകളുടെ അടുത്ത് വരുന്ന സംഭവങ്ങളാണ്. ഈവൻ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ പോലും ഇത് സംസാരിക്കാറുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ പോലും ഇത് സംസാരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ. 3 തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ 3 തരത്തിലുള്ള ബിസിനസ്സുകളുടെയും അക്കൗണ്ട്സുകൾ നമ്മൾ കൃത്യമായിട്ടും പഠിക്കുക എന്നുള്ളതാണ് ഉണ്ട്. അപ്പം നമുക്കറിയാം അക്കൗണ്ട്സ് കണക്ക് കൂട്ടുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് എങ്ങനെ ഉണ്ടാക്കാം? വരവെന്ന് ചെലവ് കുറച്ച് കഴിഞ്ഞാൽ ലാഭം. അത് എല്ലാ കച്ചവടത്തിന്റെയും ബേസ് ആണ്. അപ്പൊ ഇതിനെ ഒന്നും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് തരംതിരിച്ച് എഴുതി ഒരു റിപ്പോർട്ട് ആക്കിയിട്ട് ആളുകളുടെ മുമ്പിൽ, ഗവൺമെന്റിന്റെ മുമ്പിൽ, ആരാണോ ഇതിന്റെ ആവശ്യക്കാർ അവരുടെ മുമ്പിൽ ഒന്നും കൂടി കൃത്യമായിട്ട് നമ്മളിത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിപ്പോർട്ട് എന്തായിരിക്കും? അടിപൊളിയായിരിക്കും. അതിന് നമുക്ക് അംഗീകാരം കിട്ടുകയും ചെയ്യും. അതിനാണ് നമുക്ക് പൈസ. അല്ലാതെ മുതലാളിക്ക് അറിയാലോ ഈ വരവെന്ന് ചെലവ് കുറച്ചതാണ് ലാഭം എന്നുള്ളത്. ഇനി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് ഒരുക്കി കൂട്ടും. ഇത്രയൊന്നും ഇല്ല, ഇത്ര ഉള്ളൂ എന്ന് പറയും. ഇത്രയൊന്നുമില്ല, നിങ്ങൾ പറയുന്ന പോലെ ബുക്കുള്ള പരിപാടിയൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ. അവർ നിസ്സാരമാക്കിയിട്ട് പറയും ചെയ്യും. അപ്പൊ ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 6 മാസത്തെ ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. അതിനെന്ത് വേണം? ഒരു സെഷനിൽ പോലും മിസ്സാവാത്ത രീതിയിൽ അറ്റൻഡ് ചെയ്യണം. ഒരു സെഷൻ പോലും മിസ്സാവാത്ത, അപ്പോഴാണ് റിസൾട്ട് കിട്ടുക. ഇതിനകത്ത് നമ്മുടെ എന്തായിരുന്നു? വീഡിയോയിൽ വരെയും വേണം, വീഡിയോയിൽ വരും വേണം, ഇല്ലെങ്കിൽ കിട്ടില്ല. നിങ്ങൾ നമ്മുടെ ആ ഗ്രൂപ്പിനകത്ത് നോക്കിയൊക്കെ 60,000 70,000 രൂപ കൊടുത്തിട്ട് അക്കൗണ്ട്സ് പഠിച്ച ആളുകളുണ്ട്. ഇല്ല അനൂപ് എത്ര ഇഷ്ടംപോലെ ആളില്ല അതിനകത്ത്. അവരൊരു 5 സെഷൻ എടുക്കുമ്പോൾ തന്നെ പറയും അയ്യോ 60 പോയി. ഇല്ലേ അനൂപ് എത്ര ആളുകൾ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത്? ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്. 60,000 70,000 കൊടുത്തു, അയ്യോ ഇതായിരുന്നു ഒരു സാധനം. അപ്പൊ ഇതൊന്നുമല്ല, ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. അത് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സാധനം എന്താണ് പറയുക? പഠിക്കാനുള്ള ഒരു ഗോൾഡൻ ട്രയാങ്കിൾ എന്നൊരു സംഭവമുണ്ട്. പഠിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, പഠിപ്പിക്കുക. ഇതാണ് പഠിക്കാൻ ഏറ്റവും വലിയ സൂത്രം. പഠിപ്പിച്ചാൽ പിന്നെ ഉണ്ടല്ലോ ആ സാധനം നമ്മുടെ തലേന്ന് ഒരിക്കലും പോകത്തില്ല. ഇപ്പൊ നമ്മളിത് പഠിച്ചു, മകനോ മകളോ ഉണ്ടെങ്കിൽ അവനെ പഠിപ്പിക്കാം, ഭാര്യ ഉണ്ടെങ്കിൽ അവനെ പഠിപ്പിക്കാം, ഭർത്താവാണെങ്കിൽ അവനെ പഠിപ്പിക്കാം, ആരുള്ള വെച്ച് കഴിഞ്ഞാൽ അവര് പഠിപ്പിക്കാം. ഇല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിലെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കടാ ഇന്ന സാധനം ഇതാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ എന്തെങ്കിലും ഒരു ചൊറിഞ്ഞ ചോദ്യം ചോദിക്കും. അപ്പൊ വീണ്ടും നമ്മൾ അതിന് റിസർച്ച് ചെയ്തിട്ട് ആൻസർ പറയും. അതോടുകൂടി ആ സാധനം നമ്മൾ സെറ്റായി. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പഠിക്കാം, ഇംപ്ലിമെന്റ് ചെയ്യാം, പഠിപ്പിക്കുക. ഇതാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്. ഏത് കാര്യത്തിന്റെയും ഉദ്ദേശം ഇത് തന്നെയാണ്. അപ്പൊ ഇതിനെ ഒന്നുകൂടി സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അക്കൗണ്ട്സ്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. കല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. കല എന്ന് പറയുമ്പോൾ എന്താണ്? കല എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കില്ല്. ഇത് രണ്ടും ഉണ്ടായിരിക്കണം. സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കില്ല് ഇത് രണ്ടും ഉണ്ടെങ്കിൽ കലയുള്ളൂ, ഇല്ലെങ്കിൽ അത് കൊലയായിട്ട് മാറും. അതായത് ഞാൻ ഇവിടുന്ന് ഭരതനാട്യം കളിച്ചാൽ നിങ്ങൾ എങ്ങനെ ചിരിക്കുമോ അതേപോലെ ഇരിക്കും നിങ്ങൾ ഇവിടുന്ന് അക്കൗണ്ട്സ് ചെയ്താൽ ഞാൻ ചിരിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കണം. മനസ്സിലായി. ഞാൻ ഇവിടുന്ന് ഭരതനാട്യം കളിച്ചാൽ നിങ്ങൾ ചിരിക്കൂല. കാരണം എന്താ? എനിക്ക് അതിനുള്ള സ്കില്ലും ഇല്ല, നോളജും ഇല്ല, എന്റെ മേഖലയല്ല. അതുപോലെ നിങ്ങൾ അവിടുന്ന് അക്കൗണ്ട്സ് ചെയ്താൽ ഞാൻ ചിരിക്കും. കാരണം എന്താ? ഇങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് അറിയുമ്പോൾ നമ്മൾ ചിരിക്കുന്ന. അപ്പൊ ഇതിനെന്താണ്? സ്പെഷ്യലൈസ്ഡ് സ്കില്ലും വേണം, നോളജും വേണം. ക്ലിയർ ആയില്ലേ? ആ സ്കില്ലും നോളജാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതൊരു സയൻസ് ആണ്. സയൻസ് എന്ന് പറയുമ്പോൾ എന്താ? സയൻസിന് എപ്പോഴും ബാക്ക്ഡ് ബൈ എവിഡൻസ് ഉണ്ടാവും. അതിന് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. സയൻസിന്റെ എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലേ? സയൻസിൽ ജീവിക്കുന്ന കുറെ ആളുകളുണ്ടല്ലേ. സയൻസ് അവർക്ക് തെളിവുണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന എത്ര ആളുകളുണ്ട് ഇതിനകത്ത്? ഒന്ന് പറയാം മനുഷ്യന്മാരെ. തെളിവുണ്ടെങ്കിൽ സയൻസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യണ ഈശ്വര വിശ്വാസികളല്ലാത്തവരുണ്ടോന്നാ ചോദിച്ചത്. കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ വിശ്വാസങ്ങളെ രക്ഷിക്കട്ടെ. അല്ല പന്ന, അത്രയല്ല പറയാനുള്ളൂ. ഇതില് വിശ്വാസം ഇല്ലാത്ത എത്ര ആളുകളുണ്ട് ചോദിക്കണം. സയൻസിൽ വിശ്വസിക്കുന്ന എത്ര ആളുകളുണ്ട്? എസ് എന്ന് ടൈപ്പ് ചെയ്ത്. അവർ കുഴപ്പമില്ലടാ, അവർ മോശം എന്നല്ല. സയൻസിൽ വിശ്വസിക്കല്ല, അതായത് ദൈവമില്ല, സയൻസ് ആണ് ശരി. നമ്മൾ കുറച്ചുകൊണ്ട് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ.
അല്ല, അന്ധവിശ്വാസികളുടെയും വിശ്വാസം ഉണ്ട്. അന്ധായിട്ടൊരു വിശ്വാസം ഉണ്ടല്ലോ, അതൊരു വിശ്വാസം തന്നെയാണല്ലോ. ഒന്നും ഇല്ല എന്നുള്ളത് ഒരു വിശ്വാസമാണല്ലോ. അല്ല, അങ്ങനെയല്ലേ? ഒന്നും ഇല്ല എന്നുള്ളത് വിശ്വാസമല്ലേ? ഭൂമി ഇല്ല ഇല്ല, വിശ്വാസമല്ലേ? ഞാൻ ഇങ്ങനത്തെ ആളുകളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ബോത്ത് സയൻസ് ആൻഡ് ഗോഡ് രണ്ടും കൂടി ഇല്ലേ? രണ്ടും കൂടി വെച്ച് ചോദിക്കോളൂ, കുഴപ്പമില്ല. ശരിക്കും ഇങ്ങനെ അന്ധവിശ്വാസികളോട് ചോദിച്ചാൽ അവർ ചിലത് കണ്ടാൽ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം. കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളുണ്ടോ? കണ്ടാൽ മാത്രം വിശ്വസിക്കുന്നു. ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മനുഷ്യൻ പറയും, നിങ്ങളൊന്നും പറയത്തില്ലേ? ഞാൻ ഒന്നും പറയുന്ന വെച്ചാൽ മിണ്ടാട്ടിരിക്കണം. കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന ഇത്ര ആളുകള് കണ്ടാലേ വിശ്വസിക്കുന്നുണ്ട് അത്ര. ചില നിങ്ങൾ ആള് പദാർത്ഥമായാലും ശരി. കണ്ടാൽ വിശ്വസിക്കുന്ന ആളുകൾ വേറെ ഉണ്ട്. ഈ കണ്ടാൽ വിശ്വസിക്കുന്ന ആളുകളോട് ഇപ്പൊ സാധാരണ രീതിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ഉപ്പ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ പറയാ? അവർ കണ്ടാലേ വിശ്വസിക്കണം. അവർ ജനിക്കുമ്പോ കണ്ടിട്ടുണ്ടോ അവരുടെ ഉപ്പയാണെന്നുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ ഉപ്പ നമ്മളെ ഉപ്പ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? നിങ്ങൾ ഇങ്ങനെ ബാക്കിൽ പോയി തപ്പി തരുമൊന്നും വേണ്ട, പ്രശ്നം ഉണ്ടാക്കൊന്നും വേണ്ട. നമ്മുടെ ഉപ്പയാണെന്ന് എന്തായാലും വിശ്വാസമില്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടോ ജനിക്കുമ്പോ? നമുക്ക് എന്താ? പിന്നെയുള്ള സയൻസിൽ DNA എടുത്തിട്ട് തെളിയിക്കാന്ന് പറയില്ല. ആരെങ്കിലും DNA എടുത്ത് തെളിയിച്ചു നോക്കിയിട്ടുണ്ട് ഇതുവരെ? ഉപ്പയാണ് വിശ്വസിക്കുക, ഉപ്പ തന്നെ. അത് കുറ്റമല്ലട്ടെ പറഞ്ഞത്, കുറ്റമല്ല. ഉമ്മയാന്നുള്ളത് ആരെ കണ്ട ആളുണ്ടാ? ഉമ്മയാണ്, അമ്മയാണ്, നമ്മൾ ഉമ്മ തന്നെയാണ്. നമ്മൾ ജനിച്ച ഉടനെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ബെഡിൽ ആരെങ്കിലും മാറ്റി വെച്ചാണെങ്കിലോ? ഉമ്മയാണെന്ന് ഉമ്മ പറയും, ഉപ്പയാണെന്ന് ഉപ്പ പറയും. അത് വിശ്വസിച്ചോളാം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചൂടെ? ഒരു നേഴ്സ് ഒരേ ടൈമിൽ 3 പ്രസവം നടന്നു. അങ്ങോട്ട് കുട്ടിനെ മാറ്റി വിടുന്നില്ല, അങ്ങോട്ട് കൈ മാറി അങ്ങോട്ട് മാറി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നല്ല പ്രാക്ടിക്കലാണ് നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കണം, അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവൻ അമ്മ തന്നെ വിളിക്കും, ഉമ്മേനെയും വിളിക്കും. മീൻസ് നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, അത് കണ്ടിട്ടെന്നല്ല. അങ്ങനെ പറഞ്ഞൂടാ അങ്ങനെ പറയല്ല, അങ്ങനെ കളിയാക്കിയെന്ന് ഇൻസൾട്ട് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞതാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ലോകത്തില് ഇങ്ങനെ സംഭവിച്ച കേസുകളുണ്ട്. DNA ടെസ്റ്റിലൂടെ അവരുടെ സ്വന്തം മകനല്ല എന്ന് പറഞ്ഞു വന്നിട്ട് പോലും ആ മകൻ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ അടുത്ത് പോയിട്ടില്ല. അയ്യോ ഇതെന്റെ അമ്മ തന്നെയാണ്, ഇതെന്റെ അച്ഛൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അവരെ കൂടെ വന്നിട്ടുണ്ട്. DNA ടെസ്റ്റ് പോലും അനുകൂലമായിട്ട് പോലും. എന്താ ഉറപ്പാണ്, ഒരു സംശയമല്ലേ? DNA പിടിച്ച ഉറപ്പനല്ലേ എന്നെ ആളുതാണ്. പക്ഷെ പോയിട്ടില്ല, അത്രയും കാലം ജീവിച്ചില്ലേ, അവർക്ക് വിടാൻ പറ്റത്തില്ല. മറ്റാളെ ഒരിക്കലും, യഥാർത്ഥ രക്ഷിതാക്കളെ ഒരിക്കലും അവർ അംഗീകരിക്കില്ല, കഴിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ സയൻസ്, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞത് സയൻസും കൂടിയാണ്. ഇത് ബാക്ക്ഡ് ബൈ എവിഡൻസ് ഉണ്ട്. ഇതിന് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിന് കുറെ ബോഡികളുണ്ട്. ഒരു ബോഡി, സയൻസിന് എപ്പോഴും ഒരു ബോഡി ഉണ്ടോ? ഒരു ബോഡിയാണ് അംഗീകരിക്കുന്നത്, അല്ലെ? ഒരു ബോഡിയാണ് അംഗീകരിക്കുന്നത്. എല്ലാ സിദ്ധാന്തങ്ങൾക്കും പിന്നിൽ ഒരു ബോഡിന്റെ ഇതേപോലെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആർട്ടാണ്, ഒരു സയൻസും ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വിശ്വസിക്കാം. രണ്ടും കൂടി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിന് വിശ്വസിക്കാം. ഇത് കല ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു കൊലയായിട്ട് ഈ സംഭവം മാറും. സെറ്റ് അല്ലേ? കല ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ, കൊലയാണ്. അപ്പം ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കലയോടുകൂടി സയന്റിഫിക്കലി അവർ പറയുന്ന രീതിയിൽ അക്കൗണ്ട്സ് ചെയ്തു കഴിഞ്ഞാലാണ് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് മാറത്തുള്ളൂ. അതല്ലെങ്കിൽ നോർമലി വരുമാനത്തിന് ചെലവ് കുറച്ചാലുള്ള അക്കൗണ്ട്സ് ഉള്ളു. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കിട്ടൂല, ഒരു ഫിഗറിലേക്കായിരിക്കും എത്തുക. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ്ങിന്റെ A to Z കാര്യങ്ങൾ നമുക്ക് കിട്ടും. നഷ്ടത്ര, ലാഭത്ര, എത്ര നഷ്ടം വരാൻ സാധ്യതയുണ്ട്, ഇത് എങ്ങോട്ടേക്കാണ് ബിസിനസ് പോകുന്നത്, ആരൊക്കെ കൊടുക്കാനുണ്ട്, ആരുടെ കിട്ടാനുണ്ട്, എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, 2-3 കൊല്ലമായിട്ട് ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, ഈ പോയാൽ എങ്ങോട്ടേക്ക് എത്തുക, ഇതൊക്കെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമ്മുടെ ഈ അക്കൗണ്ട്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ വേണ്ടി പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ മനസ്സിലാക്കുക, ഒരു അക്കൗണ്ടന്റിനോട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവന് പറയുന്നില്ലെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് മുമ്പോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അക്കൗണ്ട്സിൽ ഫങ്ഷൻസ് ഉണ്ട്, കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തത് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്. ഇങ്ങനെ 5 ഫങ്ഷൻസ് ആണ് അക്കൗണ്ട്സിലുള്ളത്. 5 ഫങ്ഷൻ ആണ് അക്കൗണ്ട്സിനുള്ളത്. ഒരു അക്കൗണ്ട്സ് ചെയ്യുന്ന ആകെ 5 കാര്യങ്ങളാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. വേറെ ഒന്നും അക്കൗണ്ടിനകത്ത് ചെയ്യുന്നില്ല. 5 കാര്യങ്ങൾ. ഒന്ന്, ബിസിനസ്സിനകത്തേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ പൈസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. പൈസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. ഇതാണ് ബിസിനസിന്റെ ഒന്നാമത്തെ ഫങ്ഷൻ. അതായത് ഒരു ബിസിനസ് നമ്മൾ നടത്തുകയാണെങ്കിൽ ആ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പണപരമായി ബന്ധപ്പെട്ടിട്ടുള്ള,
പർച്ചേസ് ചെയ്യുക, സെയിൽസ് ചെയ്യുക, സാലറി കൊടുക്കുക, കമ്മീഷൻ കിട്ടുക, ഇങ്ങനെ വരവും ചെലവും പർച്ചേസും സെയിൽസും ഇതെല്ലാം പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഇതെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും. ഇത് നോർമലി എല്ലാ ബിസിനസ്സിനും ചെയ്യുന്ന കാര്യങ്ങളാണ്. അക്കൗണ്ട്സ് സിസ്റ്റം ഇല്ലെങ്കിലും എന്ത് ചെയ്യും, പോകുന്നതും വരുന്നതൊക്കെ എഴുതും. കുറെ കാര്യങ്ങൾ മിസ്സാവും, അവിടെയൊക്കെയാണ് പ്രശ്നം. അപ്പൊ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ, ഈ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ടും ഓരോന്നും അതിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് എന്ത് വേർതിരിച്ച് എഴുതണം. എങ്ങനെ എഴുതുക? സെയിൽസ് എല്ലാം സെയിൽസിന്റെ ഭാഗത്ത് എഴുതാം, പർച്ചേസ് എല്ലാം പർച്ചേസിന്റെ ഭാഗത്ത് എഴുതാം, എക്സ്പെൻസ് എല്ലാം എക്സ്പെൻസിന്റെ ഭാഗത്ത് എഴുതാം, വരവെല്ലാം വരവിന്റെ ലാഭത്ത് എഴുതാം, ചെലവെല്ലാം ചെലവിന്റെ ഭാഗത്ത് എഴുതിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സംഭവം എഴുതണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്ത സാധനത്തിന് എന്ത് ചെയ്യണം, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു പോകണം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഈ രണ്ട് ഫംഗ്ഷന്. മൂന്നാമത്തെ ഫംഗ്ഷൻ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഹലോ സ്ക്രീൻ സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് നോക്കുള്ളൂ, ഇതൊരു ബിസിനസിന്റെ ഒരു വൈറ്റ് പേപ്പർ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഈ സ്ക്രീനിൽ കാണുന്നത് ബിസിനസിന്റെ ഒരു വൈറ്റ് പേപ്പർ ആണ്. ബിസിനസിനകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻ, പർച്ചേസ്, സെയിൽസ് ഇതെല്ലാം ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചു കണ്ടോ? സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ബിസിനസ്സിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ എന്ത് ചെയ്തു, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പർച്ചേസും സെയിലും എക്സ്പെൻസും, ഇതൊക്കെ പർച്ചേസ് സെയിൽ ഇതൊക്കെയാണെന്ന് ആയിരിക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ഇവിടെ എഴുതി വെച്ചു. ഇതൊരു ബിസിനസ്സാണ്. ഇതിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. നമ്മൾ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ റെക്കോർഡ് ചെയ്യും. എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് നമ്മോട് ബോസ് വന്ന് ചോദിക്കുകയാണ്, മോനെ എത്ര രൂപയുടെ കച്ചവടം ഉണ്ടടാ ഇന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിലെ സെയിൽസിനെ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും? കച്ചവടം ഉണ്ടെന്ന് പറയുമ്പോൾ സെയിൽസിനെ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും നമ്മൾ? അല്ലെ, ഇതിപ്പോ ഈ കാണുന്നതൊക്കെ സെയിലാണെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ഈ റെഡ് കാണുന്ന എല്ലാം സെയിലാണെന്ന് വിചാരിക്കും. ഈ ലവിന്റെ ചിഹ്നം കാണുന്ന എല്ലാം സെയിലാണെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും? ഈ ലവിനെ മാത്രം എടുത്തിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും എഴുതും അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കും അല്ലെ? ലവിനെ മാത്രം എടുത്ത് എഴുതി വെക്കും. സെയിൽ, ഇതാണ് സെയിലെങ്കിൽ. ഇനി കുറച്ച് കഴിഞ്ഞ് ബോസ് ചോദിക്കുകയാണ്, എടാ എക്സ്പെൻസ് എത്രയാണ് ചോദിക്കുമ്പോൾ എക്സ്പെൻസിനെ മാത്രം എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കും അല്ലെ? ഇനി എന്ത് ചെലവുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ചെലവിന് മാത്രം നമ്മൾ ഇവിടെ ഇങ്ങനെ മാറ്റി എഴുതി വെക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ ക്ലാസിഫയിങ് എന്ന് പറയാം. തരംതിരിച്ച് എഴുതുക. എന്തിനാ തരംതിരിച്ച് എഴുതുന്നത്? അതിനെ മാത്രം എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തരംതിരിച്ച് എഴുതണം. മാറ്റി തരംതിരിച്ച് എഴുതണം. ഇനി തരംതിരിച്ച് എഴുതിയിട്ടാ പോരാ. മുതലാളി ചോദിക്കടാ ഇതെല്ലാം ഇങ്ങനെ പരക്കെ എഴുതി കഴിഞ്ഞാൽ ഇത് എങ്ങനെ മനസ്സിലാവും അല്ലെ? ബോസ് ഇങ്ങനെ ചോദിക്കുക, എടാ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എന്നാലും എങ്ങനെ മനസ്സിലാവും? ഇതെല്ലാം എക്സ്പെൻസ് എത്രയാ, സെയിൽ എത്രയാ, അങ്ങനെ വേറെ താന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസിന് മാത്രം എടുത്തിട്ട് ഇവിടെ എഴുതും, പിന്നെ സെയിൽസിന് മാത്രം എടുത്തിട്ട് ഇവിടെ എഴുതി കൊടുക്കും. ഓക്കെ, പിന്നെ വരവിനെ മാത്രം എടുത്തിട്ട് ഇവിടെ എഴുതി കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? വേറെ ആക്കി എടുത്ത് എഴുതും. ഇതിനെയാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത്, ചുരുക്കി എഴുതുക എന്ന് പറയാം. അതായത് ഇത്രയും വലിയ സംഭവത്തിനെ നമ്മൾ തരംതിരിച്ചെഴുതി, ഇത്രയും വലിയ സംഭവത്തിനെ നമ്മൾ തരംതിരിച്ചെഴുതി അല്ലേ? ഇത്രയും വലിയ സംഭവത്തിന് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് തരംതിരിച്ചെഴുതിയിട്ട് ഇതിനെന്ത് ചെയ്തു? നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഈ രീതിയിലേക്ക് മാറ്റി. ഇതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയാം. ഷോർട്ട് ആക്കിയിട്ട് എഴുതുക. ആദ്യം റെക്കോർഡിങ്, പിന്നെ തരംതിരിച്ചെഴുതി, പിന്നെ എന്ത് ചെയ്തു? ഷോർട്ട് ആക്കിയിട്ട് എഴുതി. ഇങ്ങനെ ഷോർട്ടാക്കി എഴുതിയ സമയത്ത് മനസ്സിലായി ഇത്രയാണ് എക്സ്പെൻസ്, ഇത്രയാണ് ഇൻകം, ഇത്രയാണ് വരവ്, ഇത്രയാണ് നഷ്ടം, ലാഭം ഒക്കെ മനസ്സിലായി. അതിനുശേഷം നമ്മൾ തല ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും. ഇതെന്താണ്, ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ്, ഇതെന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ തല ഉപയോഗിച്ച് ചിന്തിക്കും. അതാണ് അനലൈസിങ്, ഇന്റർപ്രറ്റിങ്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കും, സംഭവം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, നഷ്ടമാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുമ്പോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാഭമാണ്, ഇന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യും? നമ്മളൊരു റിപ്പോർട്ടിലേക്ക് എത്തും. അതാണ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിങ് എന്ന് പറയാം. അങ്ങനെ അനലൈസിങ് ഇന്റർപ്രറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ടൊരു ഫിഗർ വരും. എന്താ വരാം? ബിസിനസ് ഇത്ര ലാഭമാണ്, അല്ലെങ്കിൽ ബിസിനസ്സിന് ഇത്ര ലാഭമുണ്ട്, ബിസിനസ്സിന് ഇത്ര നഷ്ടമുണ്ട് അല്ലെ? ബിസിനസ് ഈ കോലത്തിലാണ് പോണത്, അല്ലെങ്കിൽ ബിസിനസ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാവും.
ഈ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ട്സിലെ അടുത്ത ഫംഗ്ഷൻ. അപ്പൊ അക്കൗണ്ട്സിലെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തത് റെക്കോർഡിംഗ്, പിന്നെ ക്ലാസിഫൈങ്, സ്പെല്ലിംഗ് നോക്കണം കേട്ടോ, ക്ലാസിഫൈങ്, പിന്നെ സമ്മറൈസിങ്, പിന്നെ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേറ്റിംഗ്. ഇത്രയും 5 ഫങ്ഷൻസ് ആണ് ഒരു അക്കൗണ്ട്. സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ റെഡി ആയിക്കോട്ടെ കേട്ടോ, ഞാനിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അപ്പം ഇത്രയും ഫങ്ഷൻസ് ആണ് ഒരു ബിസിനസ്സിനകത്ത് ഒരു അക്കൗണ്ടന്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത്. ആ സ്ഥാപനത്തിൽ വരുന്ന A to Z കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം, റെക്കോർഡ് ചെയ്തതിനെ തരംതിരിച്ചതിനെ സമ്മറൈസ് ചെയ്ത് ഷോർട്ട് ആക്കിയിട്ട് എഴുതുക, അതിനെ അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ റിസൾട്ടിലേക്ക് എത്തുക, എന്നിട്ട് ഇത് ആർക്കൊക്കെയാണോ ആവശ്യം അവരിലേക്ക് എത്തിക്കാം. ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി. ഇത്രയേ പണിയുള്ളൂ ഒരു അക്കൗണ്ടന്റ്. അതിന്റെ അപ്പുറത്തേക്കുള്ള മല മറിക്കുന്ന ഒരു പണിയില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ 5 ഫങ്ഷൻസും അക്കൗണ്ട്സിൽ ചെയ്യുന്നത് ഓരോരോ ടൂളുകളാണ്. ഇപ്പം റെക്കോർഡിങ്ങിന് വേറെ ഒരു ടൂൾ ഉണ്ട് അക്കൗണ്ട്സിൽ, ക്ലാസിഫൈങ്ങിന് മറ്റൊരു ടൂൾ ഉണ്ട്, സമ്മറൈസിങ്ങിന് മറ്റൊരു ടൂൾ ഉണ്ട്, അനലൈസിങ്ങിനും ഇന്റർപ്രറ്റിങ്ങിനും വേറൊരു ടൂൾ ഉണ്ട്, കമ്മ്യൂണിക്കേഷന് വേറൊരു ടൂൾ ഉണ്ട്. ഇത് കമ്മ്യൂണിക്കേഷൻ ആണ്, കമ്മ്യൂണിക്കേറ്റ് ബാറ്റ് എന്നൊക്കെ കാണിക്കുന്നത്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയത് ഇന്നതാണ് എഴുതിയത്. അപ്പൊ റെക്കോർഡിങ്ങിന് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ജേർണൽ എന്ന് പറയുന്നത്. അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ജേർണൽ. ക്ലാസിഫൈങ്ങിന് വേണ്ടി അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ. സമ്മറൈസിങ് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ്. ഓക്കെ, അനലൈസിങ് ഇന്റർപ്രറ്റിംഗ് ഉപയോഗിക്കുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒന്നുകൂടി പറയാം. ഓക്കെ, ഇനി ഇതും കൂടി പറഞ്ഞിട്ട് പറയാം. ഇനി നമ്മൾ കമ്മ്യൂണിക്കേറ്റിങ്ങിന് വേണ്ടി അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഒന്നുകൂടി പറയാം. അക്കൗണ്ട്സിൽ നമ്മൾ പറഞ്ഞു 5 ഫങ്ഷൻസ് ആണ് ഒരു അക്കൗണ്ട്സിൽ ഉള്ളത്. അത് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ പറയുന്ന 5 ഫങ്ഷൻസും അക്കൗണ്ട്സിൽ ചെയ്യുന്നത് ഓരോ ഉപകരണങ്ങൾ വെച്ചിട്ടാണ്. നോർമൽ കണക്കിൽ ഒറ്റ പേപ്പറിൽ എഴുതി വരവ് എഴുതി ലാഭം എഴുതി നഷ്ടം എഴുതി ഒറ്റ പോക്കാണ്. ഇതിന് പകരം ഇതൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ആയിട്ട്, ഇതിന് ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു ബോഡി ഉണ്ട്, ഇതൊരു സയൻസ് ആണ്, ഇതൊരു ആർട്ടാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലേ ആ രീതിയിലുള്ള റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടും, അത് അവനക്കും അറിയില്ല, വായിക്കുന്നവനക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇതെന്തിനാ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും അക്കൗണ്ട്സ് ഈ ഒരു സിസ്റ്റത്തിനകത്താണ് ചെയ്യുന്നത്. ഉദാഹരണം, ഞാൻ ഇവിടുന്ന് അക്കൗണ്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മലേഷ്യയിലുള്ള ഒരു സുഹൃത്തിന് ഇതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ പറയാൻ പറ്റും ഇന്നതാണ് എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മലേഷ്യക്കാരൻ എന്ത് ചെയ്യും? എന്ത് ഉണ്ടാക്കിയേ? UK-കാരൻ തിരി. ഇത് ഞാൻ ഇവിടുന്ന് അക്കൗണ്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാവും. കാരണം ലോകത്തെ എല്ലായിടത്തും അക്കൗണ്ട്സ് ചെയ്യുന്നത് ഈ ഒരു ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇതെല്ലാവരും ഇങ്ങനെ തന്നെ പഠിക്കണം തന്നെ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അക്കൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞാലും അത് ലോകത്തുള്ള ആർക്കും റീഡ് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ റീഡ് ചെയ്യാൻ പറ്റില്ല, പിന്നല്ലേ വേറെ ആൾക്കാർക്ക്. ക്ലിയർ ആയില്ലേ? അപ്പം റെക്കോർഡിങ്ങിന് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ജേർണൽ. ക്ലാസിഫൈങ്ങിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ എന്തായിരുന്നു? ഓക്കെ, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ. സമ്മറൈസിങ്ങിന് വേണ്ടി അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ്. അനലൈസിങ് ഇന്റർപ്രറ്റിംഗിൽ അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റിങ്ങിന് വേണ്ടി അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ബാലൻസ് ഷീറ്റ്. ക്ലിയർ ആയോ? സെറ്റ് ആണോ? ഇനി എങ്ങനെയാണ് ജേർണൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ലെഡ്ജർ ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രയൽ ബാലൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇത്രയേ ഉള്ളൂ അക്കൗണ്ട്സിൽ. ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പുതിയ ആളുകൾക്ക് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇറങ്ങിട്ടാ പറയണേ. നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 സെഷൻ എടുത്ത് കുറച്ച് ബാക്കിലൂടെ ഓടിയാലും അവരൊക്കെ എത്താം. കാരണം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടി പറ്റുക. അവർക്കും അവരുടെ തുടക്കത്തിലുള്ള ആവേശം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവിടെ നിലവിൽ കൊമേഴ്സ് പഠിച്ച ആൾക്ക് തുടക്കത്തിലുള്ള ആവേശം ഉണ്ടാവത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പഠിച്ച സാധനങ്ങൾ ഇതിനകത്തേക്ക് കയറും. അപ്പൊ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ അവർ കൺഫ്യൂഷൻ, നമ്മൾ ഇതല്ലല്ലോ സ്കൂളിൽ പഠിച്ചത്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ സയൻസ് ആയിരിക്കില്ല, നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ ബേസ് മുതലാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ല
ഒരു കുഴപ്പമുണ്ടാവില്ല. അക്കൗണ്ട്സ് അറിയുന്ന ആളുകൾക്ക് പിന്നെയും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ആരും അക്കൗണ്ട്സ് അറിയില്ലല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഹ്യൂമാനിറ്റീസ് സയൻസ് ഇവർക്ക് അടിപൊളിയായിട്ട് കത്തി കഴിഞ്ഞാൽ പോകത്തില്ല. ഓക്കെ, ഇതിങ്ങനെ കാണാറില്ല ഈ സ്കൂളിൽ നമ്മൾ SLC കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ CBSE-കാർ കയറി കഴിഞ്ഞാൽ +1 +2 കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ +1 +2 ഞാൻ സയൻസ് ഇതിൽ ഗവൺമെന്റിൽ മാത്രം പഠിച്ച ഒരാളാണ്. നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ, പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പഠിക്കും നമ്മൾ SLC-ലേക്ക് ഇങ്ങനെ +1-ലേക്ക് എത്തും. +1-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ CBSE-കാരുണ്ടാവും. ഇവർ ഇംഗ്ലീഷ് ഭയങ്കരമായിരിക്കും. നമുക്കാണെങ്കിൽ ഈ സാധനം തിരിയത്തില്ല. നമുക്ക് അല്ലേ അന്ന് അക്കൗണ്ടൻസി എന്നല്ല ബിസിനസ്സിലെ എന്ത് പഠിപ്പിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. ടീച്ചർമാരും ഭയങ്കര കോൺഫിഡൻസിലിരിക്കും, നമുക്കൊന്നും തിരിയത്തില്ല, നമ്മൾ വെറുതെ തലയാട്ടും. പക്ഷെ ഇവരന്മാർ ഭയങ്കര പഠിപ്പുകളായിരിക്കും. കാരണം ഇവർക്ക് ഇംഗ്ലീഷ് അറിയും, ഇവർക്ക് പറയുന്നത് എന്താണെന്ന് അറിയും, ഇംഗ്ലീഷിൽ നല്ല മാർക്കുണ്ടാവും. ആ ഒരു ഫസ്റ്റ് ഇയർ ഇവർ ഭയങ്കര ഷൈൻ ചെയ്യും. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഇവർ ഊരും, ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോഴേക്ക് നമ്മൾ സെക്കൻഡ് ഇയർ മലയാളം മീഡിയം സ്റ്റുഡൻസ് കയറും. സെക്കൻഡ് ഇയർ നമുക്ക് ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ കേട്ടിട്ട് നമ്മൾ കുറെയൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മൾ അടിച്ചു കയറും. നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പിന്നെ ഒരു കോപ്പില്ല, ഇവർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ഒരു സാധനം ഇവർക്ക് അറിയത്തില്ല. ശരിയല്ലേ? എത്രയൊക്കെ സിമിലർ എക്സ്പീരിയൻസ്. അന്ന് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ പെൻസിലോണ്ട് എഴുതും. ചില സമയം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഡിക്ഷണറി വെച്ചിട്ട് ബുക്ക് വെക്കും. ഇതാന്നല്ലേ മിസ് പറഞ്ഞതെന്ന് ചിന്തിക്കും. പക്ഷെ +2 എത്ര നേരെ ഓപ്പോസിറ്റ് ആയി. യെസ്. അപ്പം കുഴപ്പമില്ല. അപ്പം +2 കഴിയുമ്പോൾ നമ്മൾ സെറ്റോ, ഡിഗ്രി ചെയ്യുമ്പോൾ നമ്മൾ പവറോ. ഡിഗ്രി ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഈ നാടൻ പഠിച്ച ആളുകളൊക്കെ കീപ്പെടുത്താൻ കുറച്ച് പണിയാണ്. ഇനീഷ്യൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും, പക്ഷെ നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ പഠിച്ചു, പക്ഷെ നമ്മളെ കീഴടക്കാൻ അവർക്ക് പറ്റത്തില്ല. ശരിയല്ല? ഓക്കെ, എനിവേ ഈ അക്കൗണ്ട്സിലെ അപ്പോൾ അതേ പറഞ്ഞ കൊമേഴ്സുകാർക്ക് കുറച്ച് ടഫ് ആയിരിക്കും, ബാക്കി ആളുകൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷെ അവർ മൈൻഡ് ഓപ്പൺ ആയിട്ട് ഇതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഈസി കേട്ടോ. കഴിഞ്ഞതൊക്കെ പോട്ടെ, നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ഈ കൊമേഴ്സുകാർ എന്തെയില്ല പഠിക്കത്തില്ല. കാരണം ഇതൊക്കെ നമുക്ക് അറിയാമെന്ന് പറയും. അതാണ് പ്രശ്നം. അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു മനുഷ്യൻ. അതോടുകൂടി അന്നത്തോടുകൂടി അവർ അവസാനം അറിയാണ്, ഈസിയാണ്, ഇനി മുമ്പോട്ടേക്ക് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. ഓരോ ദിവസം നമ്മൾ പറയുന്നതിന് ചെവി കൊടുക്കണം. അപ്പോൾ തുറന്നാലേ കിട്ടത്തില്ല. പിന്നെ അങ്ങനെ തന്നെയല്ലേ സാറേ? ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻറ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നാലേ സമ്മ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയാറില്ലേ, എനിക്കത് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന പറച്ചിൽ നിർത്തും. അപ്പം അതുകൊണ്ട് അറിയാമെന്ന് പറയരുത്. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങൾ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ്, പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റ്, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന റിസൾട്ടുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ജേണൽ എങ്ങനെയാണ് ചെയ്യുക, ലെഡ്ജർ എന്ന് പറഞ്ഞ ടൂൾ എങ്ങനെയാണ് ചെയ്യുക, ട്രയൽ ബാലൻസ് എങ്ങനെ ചെയ്യുക, ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുക, ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യുക, അതുമായി കണക്ട് ചെയ്തിട്ടുള്ള പിന്നെ ഫണ്ട് ഫോളിയോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫോളിയോ സ്റ്റേറ്റ്മെന്റ്, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ്, ഈ കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ് സംഭവം. ഓക്കെ, നിലവിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. ഫണ്ട് ഫോളിയോ, ക്യാഷ് ഫോളിയോ ആരെങ്കിലും പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ചെയ്യുന്നുണ്ടോ അനൂപ്ക? എനിക്കല്ല, അനൂപ്ക കുറച്ച് പഠിച്ച ആളാണ് മേഖലയിൽ. ഇല്ലല്ലോ, ഫണ്ട് ഫോളിയോ അങ്ങനെ ചെയ്യുന്നില്ല. ഇല്ലല്ലോ അല്ലേ? എല്ലാവരും ഈ ലെഡ്ജറും ചാനലും പഠിച്ചാൽ വിടുന്നെന്ന് തോന്നുന്നു അല്ലേ? ഓൾമോസ്റ്റ് 90% അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിവേ ബാലൻസ് ഷീറ്റ് പഠിപ്പിക്കും, ബാലൻസ് ഷീറ്റ് പഠിപ്പിക്കും. അതെ, ഓക്കെ പഠിപ്പിക്കും. ഓക്കെ. അപ്പോഴേ ഒരുപാട് സാധനം പഠിക്കാനുണ്ട് അക്കൗണ്ട്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബൈ 1 get 1 കോൺസെപ്റ്റ് ഭയങ്കര രസമാണ്, കേട്ടില്ലേ? ബൈ 1 get 1 കൊടുക്കല്ലേ? ഇതൊക്കെ അക്കൗണ്ട്സ് ചെയ്യാൻ പഠിക്കണം. ബൈ 1 get 1, ഒരു സാധനം എടുത്താൽ 2 ഫ്രീ ഒക്കെ അല്ലേ? ഇതൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുന്ന പരിപാടികളൊക്കെ അല്ലേ? അതെ, ഇതൊക്കെ ഉള്ള ഒരുപാട് സാധനമുണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അക്കൗണ്ട്സ് പഠിക്കാം. നല്ല രസമാണ് സാധനങ്ങൾ മേഖലയിലേക്ക് പോകാൻ. അപ്പോൾ റെക്കോർഡിങ്ങിലേക്ക് പോവാണ്. റെക്കോർഡിംഗ് ആണ് അക്കൗണ്ട്സിലെ ആദ്യത്തെ ഫസ്റ്റ് ഫംഗ്ഷനിലേക്ക് പോകണം. ഇപ്പോൾ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. 3 സ്ഥാപനത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണതും ഡിഫറെൻ്റാണ്. 3 തരത്തിൽ ബിസിനസ് പറഞ്ഞു. 3 സ്ഥാപനത്തിന്റെ ബിസിനസ് പറഞ്ഞു. ഏതൊക്കെയാണ് സ്ഥാപനം? ഒന്ന് മാനുഫാക്ചറിങ്, രണ്ടാമത് ട്രേഡിംഗ്, മൂന്നാമത് സർവീസ്. ഈ 3 സ്ഥാപനത്തിന്റെ റെക്കോർഡിങ്ങും ഡിഫറെൻ്റാണ്. 3 സ്ഥാപനത്തിന്റെ റെക്കോർഡിങ്ങും ഡിഫറെൻ്റ് ആണ്. അതിന്റെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡുകളാണ്. സംഭവങ്ങളൊക്കെ ഏറെക്കുറെ ഒന്ന് തന്നെയാണ്, പക്ഷെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? അക്കൗണ്ട്സിൽ 4 ഗ്രൂപ്പുകളെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. 4 ഗ്രൂപ്പുകൾ.
ഗ്രൂപ്പുകളെ കുറിച്ച് പറയാം. അക്കൗണ്ട്സിൽ 4 ഗ്രൂപ്പുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ആ 4 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് സ്ക്രീൻ ഓക്കെ ആണല്ലോ അല്ലേ? ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഇതിൽ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സിൽ 4 ഗ്രൂപ്പുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നാമത്തത് അസറ്റ് ആണ്, രണ്ടാമത്തത് ലാബിലിറ്റി ആണ്, മൂന്നാമത്തത് എക്സ്പെൻസ് ആണ്, നാലാമത്തത് ഇൻകം ആണ്. എന്താണ്? ഇൻകം. 4 കാര്യങ്ങളാണ് ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയാം. 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളെ നമുക്ക് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാനുള്ളൂ. ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് 4 കാര്യങ്ങളാണ് നമുക്ക് എഴുതാനുള്ളത്. അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. ഇത്രയേ റെക്കോർഡ് ചെയ്യാനുള്ളൂ. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ എന്താണ് അവിടെ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അസറ്റ് റെക്കോർഡ് ചെയ്യണം, ലാബിലിറ്റി റെക്കോർഡ് ചെയ്യണം, എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണം, ഇൻകം റെക്കോർഡ് ചെയ്യണം. അപ്പൊ എന്താണ് അസറ്റ്? എന്താണ് അസറ്റ് എന്നുള്ളതാണ് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പഠിച്ചു പോകട്ടോ. ടെൻഷൻ അടിക്കാൻ വേണ്ട, എല്ലാ ആളുകളും കിട്ടും കേട്ടോ. ഏത് പൊട്ടനായാലും നമുക്ക് പഠിക്കാം. ഇതിനും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരും. പഠിക്കാണ്ട് പോരുത്. ഏതായാലും നിങ്ങൾ തൊട്ടില്ലേ, ഇനി നഞ്ഞ് കുളിച്ചിട്ട് പോകാം. ഏതായാലും നഞ്ഞ് ഇനി കുളിച്ചിട്ട് പോകുന്നറിയില്ലേ, അങ്ങനെ പറയില്ലേ. അപ്പൊ ഒരു ക്ലാസ് മിസ് ചെയ്യരുത്. നമുക്ക് ഇത്രേ പറയാനുള്ളൂ. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കണക്ഷൻ പോകും. കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ വലിച്ചുകൊണ്ടിരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ആത്മാർത്ഥ 100 പ്രാവശ്യം വേണമെങ്കിൽ 100 പ്രാവശ്യം പറഞ്ഞുതരാം. 6 മാസമുള്ള കോഴ്സ് 8 മാസമായാലും കൃത്യമായിട്ടേ പോകാവൂ. ഒപ്പിച്ച് പോകരുത് എന്നർത്ഥം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? കൂടെ ഉണ്ടാവില്ലേ? അല്ലാതെ കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് വാട്ട് ഈസ് അസറ്റ്? ആർക്കെങ്കിലും ഡെഫിനിഷൻ പറയണ്ട. എന്താണ് അസറ്റ്? എന്താണ് അസറ്റ്? വാട്ട് ഈസ് അസറ്റ്? ആസ്തി അല്ലേ? ആസ്തിയാണ് അസറ്റ്. വെരി ഗുഡ്. പിന്നെ എന്താണ് അസറ്റ്? വേറെ എന്തെങ്കിലും അറിയുന്നുണ്ടോ? അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലാരിറ്റിയിൽ ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? അസറ്റ് എല്ലാവരും എങ്ങനെ? കറക്റ്റാ, പറഞ്ഞോളൂ. നമ്മളെ ആവശ്യത്തിന് ശേഷമുള്ളത് കിട്ടും. എന്താ പറയാ, ആവശ്യത്തിലധികം ഉള്ളതാ. ആവശ്യത്തില് പറഞ്ഞോളൂ. നിങ്ങൾ എന്ത് പൊട്ട തെറ്റാണ് വിളിച്ചു പറഞ്ഞോളൂ. കുഴപ്പമില്ല. തെറ്റല്ലേ? തെറ്റ് നമുക്ക് ഇവിടെ അല്ലേ പറ്റും. അക്കൗണ്ട് സ്ഥാപനങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഇവിടെ തെറ്റാൻ പാടുള്ളൂ. പറയാൻ ധൈര്യം കാണിക്കുക, അത്രേ ഉള്ളൂ. പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ അസറ്റ് എന്നാണ് വിളിക്കുക. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ അസറ്റ് എന്നാണ് വിളിക്കുക. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് എന്തൊക്കെയാ നമ്മൾ കൊടുക്കുക? സാധാരണ രീതിയിൽ ക്യാഷ് ഉണ്ടാവും അല്ലെ? ക്യാഷ് ഉണ്ടാവും, ബാങ്ക് ബാലൻസ് ഉണ്ടാവും. ചിലപ്പോ നമ്മള് ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കും, ചിലപ്പോ നമ്മൾ വണ്ടി കൊടുക്കും, ചിലപ്പോ നമ്മള് മെഷീനറി കൊടുക്കും, ചിലപ്പോ എന്ത് കൊടുക്കും? സ്റ്റോക്ക് കൊടുക്കാം, ചിലപ്പോ ഫർണിച്ചർ കൊടുക്കാം, കമ്പ്യൂട്ടർ. ഇതൊക്കെയാണ് എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുക. അതായത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? അസറ്റ് എന്ന് വിളിക്കാം. റെഡിയാണോ? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ അസറ്റ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ശരിക്കും ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു സർവീസ് എങ്ങനെ? ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കട്ടെ? ചോദിച്ചു. സർവീസ് ഒരു ബിസിനസ് ആണല്ലോ. സർവീസ് ബിസിനസ് ആകുമ്പോൾ സ്കില്ല് അത് ശരിക്കും അസറ്റ് അല്ലേ? സർവീസ് ഒരു ബിസിനസ് ആണ്. സർവീസ് അതാകുമ്പോ സ്കില്ല് അസറ്റ് അല്ലേ? അല്ല, സ്കിൽ അസറ്റ് അല്ല. സ്കില്ല് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു കഴിവാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം, ഒരു അസറ്റ് ആയിട്ടും പറയാം, ഒരു കറണ്ട് അസറ്റ് പോലത്തെ ഒരു സംഭവമായിട്ടൊക്കെ പറയാം. ഓക്കെ, ഒരു സർവീസ് മേഖലയിൽ പ്രധാനപ്പെട്ട, ഞാനിപ്പോ ഒരു സർവീസ് മേഖലയിൽ എന്റെ ഒരു അസറ്റ് വേണമെങ്കിൽ എന്റെ സംസാരം എന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. സ്കിൽ എന്നുള്ള പറയാം. എന്റെ യഥാർത്ഥത്തിലുള്ള അസറ്റ് ഈ കാണുന്ന മൈക്ക് ആയിരിക്കാം. മൈക്ക് വേണ്ടിയാണ് എന്റെ യഥാർത്ഥത്തിലുള്ള അസറ്റ് എന്ന് പറഞ്ഞത് ഈ മൈക്ക്.
ക്യാമറ മീൻസ് ഇതിന്റെ ക്യാമറ, ലാപ്ടോപ്പ്, ലൈറ്റിങ്, റൂം, ഇതൊക്കെയാണ് എൻ്റെ ഈ റൂമിൽ കാരണം ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ. ഇതൊക്കെയാണ് എൻ്റെ അസറ്റ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ള ആ ഒരു മേഖലയിൽ വിസിബിൾ ആയിട്ടുള്ള അങ്ങനെ പറയാൻ പറ്റും. എന്തായിരുന്നു വിസിബിൾ എന്നുള്ള മീനിങ് പറ്റുക. വിസിബിൾ ആയിട്ടുള്ള സംഗതികളാണ് അസറ്റ് അങ്ങനെ. ആ വിസിബിൾ എന്നല്ല, വിസിബിൾ അല്ലാത്ത കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. വിസിബിൾ അല്ലാത്ത കാര്യങ്ങളുണ്ട് പറയാം. എനിവേ ശ്രദ്ധിച്ചോളെ, അതായത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസറ്റ് എന്ന് വിളിക്കുന്നത്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുക. അത് ക്യാഷ് ആകാം, നമ്മുടെ ബാങ്ക് ബാലൻസ് ആകാം, നമ്മുടെ സ്കില്ലും വേണമെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാം. വെഹിക്കിള്, മെഷീനറി, സ്റ്റോക്ക്, ഫർണിച്ചർ, ഇതെല്ലാം ആകാം. ഇനി ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പീരിയഡിനനുസരിച്ച് ഇത് ഡിഫറെൻ്റ് ആയിട്ട് വരും. പീരിയഡിനനുസരിച്ച് ഡിഫറെൻറ്റ്, അതായത് ഒരു വർഷത്തിന്റെ മുകളിലോട്ടേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്നാണ് വിളിക്കുക. ഒരു വർഷത്തിന്റെ മുകളിലോട്ടേക്കാണ് നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കാം ലോങ് ടേം അസറ്റ് ഓർ ഫിക്സഡ് അസറ്റ് എന്നാണ് വിളിക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സബ് ഗ്രൂപ്പ് എന്നും കൂടി ഇവിടെ എഴുതാം. ഓക്കെ, നോക്കണേ, സബ് ഗ്രൂപ്പ്. ഈ അസറ്റിന് 2 സബ് ഗ്രൂപ്പുകളുണ്ട്. അസറ്റിന് 2 സബ് ഗ്രൂപ്പുകളുണ്ട്. ഈ അസറ്റിന് 2 സബ് ഗ്രൂപ്പുകളുള്ളത്. ഒന്നാമത്തത് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് ഓർ ലോങ് ടേം. ഓക്കെ, ഇങ്ങനെ ഒരു അസറ്റും. രണ്ടാമത്തത് കറണ്ട് അസറ്റ്, ഷോർട്ട് ടേം ഓർ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് ഓർ ഷോർട്ട് ടേം അസറ്റ്. ഇങ്ങനെ 2 തരത്തിലുള്ള സാധനങ്ങളാണ് അസറ്റിൽ ഉള്ളത്. ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന്റെ മുകളിലോട്ടേക്കാണ് നമ്മൾ ഒരു സംഭവം ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. ലോങ് ടേം ഉദ്ദേശിച്ചാൽ മതി, ഒരു വർഷത്തിന്റെ മുകളിലോട്ട്. ഉദാഹരണം, ഞാനിപ്പം എൻ്റെ ഈ ഒരു മൈക്ക് വാങ്ങിയിരിക്കുന്നത് എനിക്ക് ഓൺലൈൻ ക്ലാസ് എപ്പോഴും ഓൺലൈനായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൈക്ക് വാങ്ങിയിരിക്കുന്നത്. ഇതെന്തിനാ? ഒരുപാട് വർഷത്തേക്ക് ചെയ്തതാ. എൻ്റെ ഈ റൂമിൽ കിടക്കുന്ന AC ഞാൻ എന്തിനാ വെച്ചേക്കുന്നത്? എനിക്ക് എപ്പോഴും ക്ലാസ് എടുക്കണം. ആ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? എനിക്ക് ഇതിനകത്ത് കൂളായിട്ട് നല്ല സമാധാനത്തിൽ ഇരിക്കണം. അത് ഞാൻ AC വെച്ചു. ഇത് എന്ന് വെച്ച് നാളെ ആർക്കെങ്കിലും പെറുക്കി വെക്കില്ല. ശരിയല്ലേ? ഈ ലൈറ്റിംഗ് എന്തിനായിരിക്കും വെച്ചിട്ടുണ്ടാവും? ഒരുപാട് കാലത്തേക്കാ. ഫാൻ എന്തിനാ വെച്ചിരിക്കുന്നത്? ഒരുപാട് കാലത്തേക്കാ. കമ്പ്യൂട്ടർ എന്തിനാ പർച്ചേസ് ചെയ്തിരിക്കുന്നത്? ഒരുപാട് കാലത്തേക്കാ. ഇതിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കുക. അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും, ഫിക്സഡ് ആയിട്ടുള്ള ഒരു നാച്ചറും അതിനകത്തുണ്ടാവും. ബിൽഡിംഗ്, വെഹിക്കിള്, മെഷീനറി, കമ്പ്യൂട്ടർ, CCTV, ലാപ്ടോപ്പ്, ഫർണിച്ചർ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള മെഷീനറീസ്, ഇതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്, ലോങ് ടേം അസറ്റ് ആണ്. ക്ലിയർ ആയോ? അതിന്റെ കാലാവധി ഒരു വർഷത്തിന് മുഖത്തായിരിക്കും. ലോങ് റണ്ണിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ക്ലിയർ ആയോ? നിങ്ങൾ ഒരു ട്രേഡിംഗ് ബിസിനസ് നടത്താൻ അവിടെ റാക്ക് ഒക്കെ ഇല്ലേ? അവർ റാക്ക് എന്തിനാ സെറ്റ് ചെയ്യുന്നത്? ഒരുപാട് കാലത്തേക്ക് ആ റാക്ക് വെച്ചാൽ അതിനകത്ത് സാധനം കൊണ്ടുവെക്കണം. ക്ലിയർ അല്ലേ? ഫാൻ എന്താ വെച്ചാൽ അവിടെ ഉള്ള വർക്ക് ചെയ്യുന്ന ആൾക്ക് സമാധാനത്തിൽ വർക്ക് ചെയ്യണം. ഫാന് കാറ്റ് വേണം. CCD ഒന്ന് ഒരുപാട് കാലം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണണം. കമ്പ്യൂട്ടർ ബില്ലിങ്ങിനും കാര്യങ്ങളൊക്കെ ഒക്കെ കമ്പ്യൂട്ടർ വേണം. ഇതൊക്കെ എന്താണ്? ഫിക്സഡ് ഓർ ലോങ് ടേം അസറ്റ് എന്നാണ് വിളിക്കാം. ഇനി ഒരു വർഷത്തിന് താഴെയാണ് അതിന്റെ കാലാവധി എങ്കിൽ അതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഷോർട്ട് ടേം അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് വിളിക്കാം. ഉദാഹരണം, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ബാങ്കിലുള്ള ബാലൻസ് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. നമുക്ക് കിട്ടാനുള്ള പൈസ അതൊരു അസറ്റാണ്. കിട്ടാനുള്ള ഒരു പൈസ ഒരു അസറ്റാണ്. ആ പൈസ എപ്പോഴും വരാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? അപ്പം ക്ലിയർ ആയില്ല? ഒരു ചോദ്യം കൂടി. ചോദിച്ചോളൂ. കറക്റ്റ് ചോദിക്കോ. അസറ്റ് അപ്പൊ അസറ്റും ഇൻകം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തിനാണ് സെപ്പറേറ്റ്? ഇൻകം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇൻകം. ഇപ്പൊ യഥാർത്ഥത്തിൽ അസറ്റ് നമ്മൾ വരുമാനത്തിനല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞ അസറ്റ്. പക്ഷെ അത് വിറ്റാ പൈസ കിട്ടുകയും ചെയ്യും. മീൻസ് എൻ്റെ അടുത്ത് ഞാൻ AC ഉപയോഗിക്കുന്നുണ്ട്, ഒരിക്കലും എൻ്റെ സെയിൽസിന് വേണ്ടിയിട്ടല്ല, കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല. പക്ഷെ എങ്ങാനും ഞാൻ ഇത് പൂട്ടി പോവാണെങ്കിൽ AC വിറ്റ പൈസ കിട്ടും.
ഞാനൊരു വാഹനം വാങ്ങുന്നത്, എന്റെ സ്ഥാപനത്തിലേക്ക് ഞാനൊരു വാഹനം വാങ്ങുന്നത്, വാഹനം ഒരു അസറ്റ് ആയിട്ടാണ്. എന്നാൽ വാഹനം വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ, മനസ്സിലായില്ലേ, ആ വാഹനം വിറ്റിട്ടായിരിക്കും അയാൾക്ക് ഇങ്ങ് കിട്ടും. പക്ഷെ ഞാൻ എന്റെ സ്ഥാപനത്തിൽ വാഹനം വാങ്ങുന്നത് എന്തിനാ? ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടണം, അതിനാണ് വാങ്ങുന്നത്. അത് അസറ്റാണ്. പക്ഷെ അതിനെന്തുണ്ട്, ഒരു മോണിറ്ററി ടേംസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് നമ്മളിത് ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ വേറൊരു സംഭവം ഉണ്ടാവും, ഡിപ്രീസിയേഷൻ ഒക്കെ പോകും, തേയ്മാനങ്ങളൊക്കെ വിൽക്കുമ്പോൾ പോകും. നേരെ മറിച്ച് ഞാനിപ്പോ ഈ ഒരു സാധനം വിൽക്കാൻ വേണ്ടി വാങ്ങുകയാണെങ്കിൽ ആ സാധനം വരുന്നു, അതേപോലെ സെയിൽ ചെയ്യുന്നു. അതിന്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ, സെയിൽ ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ ബന്ന? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോങ് ടേമിലേക്കോ ഷോർട്ട് ടേമിലേക്കോ ബിസിനസ്സിലേക്ക് പണപരമായിട്ടുള്ള കാര്യം, പണത്തിൽ അളക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ മോണിറ്ററിയിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്ന സാധനത്തിനെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കാം. ഈ അസറ്റ് രണ്ട് രീതിയിലുണ്ട്. ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്. അതായത് ലോങ് ടേം അസറ്റ് ഉണ്ട്, ഷോർട്ട് ടേം അസറ്റ് ഉണ്ട്. കത്തിയെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമ്മുടെ സ്ഥാപനത്തിൽ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് അസറ്റ് ആണോ കറണ്ട് അസറ്റ് ആണോ എന്ന് എല്ലാവർക്കും പറയാൻ പറ്റുമോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. പൊട്ടൻ ഡൗട്ട് ആണെങ്കിലും ചോദിക്കണേ, അപ്പോഴേ ക്ലിയർ ആവത്തുള്ളൂ. പറ്റൂലേ? ഇപ്പൊ നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അത് ഇത്രേ നോക്കാനാണോ? ഇത് ഒരു വർഷത്തിന്റെ മുകളിലോട്ടേക്കാണോ? ഓക്കെ, ഫിക്സഡ് ലോങ് ടേം അസറ്റ്. ഈ സാധനം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇപ്പൊ വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണോ? യെസ്, ഓക്കെ, ഷോർട്ട് ടേം അസറ്റ് ആണ്. ഇപ്പൊ വിൽക്കാൻ വാങ്ങിയ സ്റ്റോക്ക് ഒക്കെ ഷോർട്ട് ടേം അസറ്റ് ആണ്. കാരണം ഏത് നേരത്തും പോകും അത്. പറ്റിയില്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇനി ഇത് കഴിഞ്ഞ ഇനിയുള്ളത് അസറ്റുകൾ, ഈ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് എന്നുള്ള രീതിയിൽ രണ്ടെണ്ണം പോയി. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ലാബിലിറ്റി ആണ്. ലാബിലിറ്റി. ഈ അസറ്റ് തന്നെ വേറെ കാര്യം കൂടി പറയാം. അസറ്റ് തന്നെ മറ്റൊരു സാധനം കൂടി ഉണ്ട്. തൊടാനും കാണാനും പറ്റാത്ത അസറ്റുകളുണ്ട്. അതിനൊരു വാല്യൂ ഉണ്ടാവും, പക്ഷെ വിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അതിന് വാല്യൂ ഉണ്ടാവാം. തൊടാനും കാണാനും പറ്റാത്ത അസറ്റുകൾ. ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞു വരണം, ഗുഡ് വില്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഗുഡ് വില്ല്, സൽപ്പേര്, ഗുഡ് വില്ല്, അതിനൊരു വാല്യൂ ഉണ്ട്. എത്ര ഉണ്ടെന്ന് വെച്ചാൽ കിലോനൊന്നും പിടിച്ച് തൂക്കിയൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട്. സൽപ്പേര് അല്ലെ? അതേപോലെ തന്നെ ട്രേഡ് മാർക്ക്, അത് എത്ര കിലോ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട്. രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കാം. ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ വി ക്യാൻ സീ, ടച്ച് ആൻഡ് സീ, നമുക്ക് കാണാനും പറ്റും തൊടാനും പറ്റും അല്ലെ? ബിൽഡിംഗ് നമുക്ക് കാണാനും തൊടാനും പറ്റും, മെഷീനറി നമുക്ക് കാണാനും തൊടാനും പറ്റും, AC എല്ലാം തൊടാൻ വേണ്ടി പറ്റും. പക്ഷെ ഗുഡ് വില്ല് നമുക്ക് തൊടാൻ പറ്റും. ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്ന് പറയുന്നത്, സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. എന്താ ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ? ഉദാഹരണം, ഇപ്പോ എന്നോട് എന്റെ ഉമ്മ പറയാം, നീ അവനെ പോലെ ആവരുത് കേട്ടോ, അല്ലെങ്കിൽ നീ അവളെ കണ്ടുപിടിക്കേ, നീ ഓളെ നോക്കുക, അവളെ എങ്ങനെ ചെയ്യുന്നു നോക്കുക, അതുപോലെ ആയിക്കൂടെ നിനക്ക്. ഇത് എത്ര കിലോനുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു സ്വഭാവത്തിന് നമുക്ക് എത്ര കിലോ ഉണ്ടെന്ന് പറയാം? ഒന്നുമില്ല. ഇനിയിപ്പോ ഇവിടെ യൂസുഫ് അലിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്, അതിനടുത്ത് യൂസുഫ് അലിക്ക് അത്രയും വലുപ്പമുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഞാൻ ഇവിടെ നടത്തുന്നുണ്ട്. ഏതിലേക്ക് ആളുകൾ പോവാ? MA യൂസുഫ് അലി ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്, അതിന് തൊട്ടടുത്ത് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്. ഏതിലേക്ക് ആളുകൾ പോവാ? ഒരേ സാധനമാണ് രണ്ടിലും വെക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഒരേ സാധനം തന്നെ, സൂപ്പർ മാർക്കറ്റിലേക്ക് വേറെ എന്താ വെക്കാനുള്ളത്? രണ്ടിലും ഒരേ സാധനം തന്നെ. എന്നാൽ എവിടെ പോവാ? എന്തുകൊണ്ടാ യൂസുഫ് അലിക്കയുടെ അടുത്ത് പോകുന്നത്? ആ ഒരു ബ്രാൻഡ് ആയിരിക്കാം, ഒന്നുകിൽ ഒരു ബ്രാൻഡിന്റെ ഒരു സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഇത്രയും കാലം ഇവിടെ എടുത്ത എഫേർട്ട് ആയിരിക്കാം, അല്ലെ? ഫേമസ് ആയിരിക്കാം. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ നമ്മള് ചില ആളുകൾ ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കും. ഈ ഒരു സ്വഭാവം, ഈ ഒരു നാച്ചുറൽ ആർട്ടിഫിഷ്യലി ബ്രാൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കും. അപ്പൊ അതിൽപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ബോച്ചെ കേട്ടില്ലേ? ബോച്ചെ ആർട്ടിഫിഷ്യലി സാധനം ഉണ്ടാക്കും. അതായത് നല്ലോണം നെഗറ്റീവ് ഒക്കെ പറയിപ്പിച്ചാണ് പുള്ളി ലാസ്റ്റ് ടൈമിൽ ഗോൾ അടിക്കൽ പുള്ളിയായിരിക്കും. ഇപ്പൊ ഇടക്കാലത്ത് പുള്ളിക്ക് ചായപ്പൊടിയുടെ കച്ചവടം ചെയ്യണം. അതിന് നന്നായിട്ട് പുള്ളി എന്ത് ചെയ്തു? ഗൾഫിൽ കിടക്കുന്ന ഒരാളെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്തു. നല്ലതാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്?
അല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയാൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നു. നമ്മൾ ആരെങ്കിലാണ് ഈ മുമ്പിലേക്ക് ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഇത്ര സക്സസ് ആയിട്ട് പൂർത്തിയാവത്തില്ല. പക്ഷെ പുള്ളി ഒരിക്കലും അയാളെ ഇല്ല. രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതേസമയം പുള്ളിയുടെ ബിസിനസ് എന്ത് ചെയ്തു? പുള്ളി ഡെവലപ്പ് ചെയ്തു. പുള്ളിക്ക് കൊടുത്ത 1 കോടിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടാവുന്നേ. കാരണം 1 രൂപ പോലും ലാഭിച്ച് 1 കോടിന്റെ അടുത്ത് ആളുകൾ പറിച്ചു. കാരണം എന്തുകൊണ്ടാ? ആളുകൾക്ക് ട്രസ്റ്റ് ആയി. ഇയാൾക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? ഇയാൾക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? അത് നാട്ടുകാർക്ക് തന്നെ തിരിച്ചിടുന്നുള്ള ഒരു വിശ്വാസം അയാൾ ക്രിയേറ്റ് ചെയ്തു. ശരിയല്ലേ? ദാറ്റ് ഇസ് ഗുഡ് വിൽ. അതിനൊരു വാല്യൂ ഉണ്ട്. എന്നാൽ ഇതേ ചായപ്പൊടി വേറെ ആൾക്കാർ വിൽക്കുന്നുണ്ടല്ലോ, ഇതിനേക്കാളും കുറഞ്ഞ വിലയിൽ, ഇതിനേക്കാൾ ക്വാളിറ്റി വിൽക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതാണ് സൽപ്പേര്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗുഡ് വിൽ, ട്രേഡ് മാർക്ക്, TM, രജിസ്റ്റേർഡ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇപ്പൊ TM, ഇപ്പൊ ഉദാഹരണം ഞാൻ നല്ലൊരു ഉദാഹരണം ഓൺ അക്കാഡമിയാണ്. എന്റെ അക്കാഡമി ഓൺ അക്കാഡമിയാണ്. ഞാൻ രജിസ്റ്റേർഡ് ആണ്, 6 ആണ്. എന്റെ ഓൺ അക്കാഡമി എന്നുള്ളിടത്ത് നിങ്ങൾ 6 എന്ന് കാണും. കണ്ടില്ലേ? ഓൺ അക്കാഡമിന്റെ ബ്രാക്കറ്റിൽ 6 എന്നുണ്ടോ? ദാറ്റ് മീൻസ് ഓൺ അക്കാഡമി എന്ന് പറഞ്ഞ കമ്പനി എന്താണ്? രജിസ്റ്റേർഡ് ആണ്. ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആണ്. ഇനി ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ ചിലതിന് പേര് TM എന്ന് കാണും. ട്രേഡ് മാർക്ക് എന്നാണ് അർത്ഥം. അവര് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ അതിനത്. TM 6 തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. TM എന്ന് പറഞ്ഞാല് അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ ബ്രാൻഡ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ട്രേഡ് മാർക്ക് അപ്ലൈഡ് എന്നാണ് TMന്റെ അർത്ഥം. ആ വൺസ് അതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മാസം 7 മാസം ഒക്കെ കഴിഞ്ഞ് മറ്റ് ഒബ്ജക്ഷൻസ് ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് അവർ രജിസ്ട്രേഷൻ തരും. അപ്പൊ അവിടെ 6 എന്ന് വരും. അപ്പൊ അങ്ങനെ 6 ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം എനിക്ക് ഓൺ അക്കാഡമി എന്ന് പറഞ്ഞാൽ 6 ഉണ്ട്. അപ്പൊ ബന്ന വന്ന് ചോദിക്കുകയാണ്, എനിക്ക് എന്റെ നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തണം, ഞാൻ നിങ്ങളുടെ പേര് ഉപയോഗിച്ചോട്ടെ? കാരണം നിങ്ങൾക്ക് ഓൾറെഡി മാർക്കറ്റിൽ പേരുണ്ട്, നിങ്ങളുടെ പേര് ഉപയോഗിച്ച് നിങ്ങൾ. അപ്പൊ ഞാൻ പറയാം, എന്റെ പേര് നിങ്ങൾ ഉപയോഗിച്ച കുഴപ്പമില്ല, എനിക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വേണം ഒരു മാസം. ക്ലിയർ ആയില്ലേ? ഇതാണ്. അപ്പൊ അത് നമുക്ക് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാൻ പറ്റത്തില്ല, ഞാൻ പറയുന്നതാണ് അതിന്റെ വാല്യൂ. മനസ്സിലായോ? ദാറ്റ് മീൻസ് അതിനകത്ത് വാല്യൂ ഉണ്ട്. അതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. ടാഞ്ചിബിൾ അസറ്റ് മീൻസ്, ടാഞ്ചിബിൾ അസറ്റ് ആണ് ഈ ഫിക്സഡും കറണ്ടിൽ വരുന്നത്. മറ്റൊരു കാറ്റഗറിയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതും കൂടി പറഞ്ഞു പോയെന്ന് മാത്രം, കൺഫ്യൂഷൻ ആവണ്ട. ക്ലിയർ അല്ലേ? അതൊരു അസറ്റ് ആണ്, അതിന് വാല്യൂ ഉണ്ട്. ഇപ്പൊ നമ്മൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലുലു മാൾ ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെതായ വാല്യൂ, ആ അസറ്റിനെക്കാട്ടിലും വാല്യൂ കിട്ടും. കാരണം എന്താ? ഗുഡ് വില്ലും കൂടിയാണ് അയാൾ വിൽക്കുന്നത്, അയാളുടെ ആ സ്വഭാവം കൂടിയാണ് വിൽക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. ഇനി രണ്ടാമത്തത് ലാബിലിറ്റി ആണ്. ലാബിലിറ്റി എന്താണ്? എന്താ ലാബിലിറ്റി? ബാധ്യത. ബിസിനസ്സിന് ഉണ്ടാകുന്ന ബാധ്യതകളെയാണ് ലാബിലിറ്റി എന്ന് പറയാം. ബിസിനസ്സിന് ഉണ്ടാകുന്ന ബാധ്യതകളെ. ബിസിനസ്സിന് ഒരുപാട് ബാധ്യതയുണ്ട്. ബിസിനസ്സിന് സാധാരണ രീതിയിൽ 2 ബാധ്യതകളുള്ള, ഒന്ന് ലോങ് ടേമിലേക്കുള്ള ബാധ്യതകൾ. ബിസിനസ്സിന് ലോങ് ടേം ബാധ്യതകൾ, ലോങ് ടേം. മറ്റത് ഷോർട്ട് ടേം. ലോങ് ടേം ബാധ്യതകൾ, ഷോർട്ട് ടേം ബാധ്യതകൾ, 2 തരത്തിലുള്ള ബാധ്യതകളാണ് ഉള്ളത്. അപ്പം അസറ്റിന്റെ 2 സബ് ഗ്രൂപ്പാണ് ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. ലാബിലിറ്റിയുടെ 2 സബ് ഗ്രൂപ്പാണ് ലോങ് ടേം ലാബിലിറ്റിയും ഷോർട്ട് ടേം ലാബിലിറ്റിയും. ഇതൊക്കെ സബ് ഗ്രൂപ്പ്. ഇത് ഞങ്ങൾ എടുത്ത് പൊന്തിച്ചേക്കാം, കുറച്ചുകൂടി വലുതാക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്താണ് സംഭവം എന്നൊക്കെ തിരിഞ്ഞിട്ടോന്നിരിക്കാം. സബ് ഗ്രൂപ്പ്. ഓക്കെ, ഇത് നമുക്ക് വേറെ എടുത്ത് നോക്കാം. അപ്പൊ അസറ്റിന് 2 സബ് ഗ്രൂപ്പ്, ഒന്ന് ഫിക്സഡ് കറണ്ട്. ബാധ്യതയ്ക്ക് 2 സബ് ഗ്രൂപ്പ്, ലോങ് ടേം ലാബിലിറ്റി, ഷോർട്ട് ടേം ലാബിലിറ്റി. എന്താണ് ലോങ് ടേം, എന്താണ് ഷോർട്ട് ടേം? ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കടം വാങ്ങി ബിസിനസ് ലോൺ എടുത്തു. സ്വാഭാവികമല്ലേ? ബിസിനസ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കടം വാങ്ങും. ചിലപ്പോൾ ബാങ്കിൽ നിന്ന് എടുക്കും, ചിലപ്പോൾ വേറെ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിയിട്ടൊക്കെ നമ്മൾ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകും. ഇതിനെയാണ് നമ്മൾ ലോങ് ടേം. ഇതിന്റെ തിരിച്ചടവ് 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനെ ലോങ് ടേം എന്നും, 1 വർഷത്തിന് താഴെയായിട്ട് അത് കൊടുത്തു തീർക്കേണ്ടതാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം എന്നാണ് വിളിക്കുക. ഉദാഹരണം, ഞാനൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ഒരു 5 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതിയെങ്കിൽ അത് ലോങ് ടേം ആണ്. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു 3 മാസം കൊണ്ട് അടച്ചു തീർക്കണമെങ്കിൽ അതെന്താണ്? ഷോർട്ട് ടേം. ഇനി ഞാനൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു, 1 വർഷം കഴിഞ്ഞതിന് ശേഷം മതിയെങ്കിൽ അത് ലോങ് ടേം ആണ്. 1 വർഷത്തിന് താഴെയാണെങ്കിൽ അതെന്താണ്? ഷോർട്ട് ടേം അസറ്റ് ആണ്, ഷോർട്ട് ടേം ലാബിലിറ്റി ആണ്. സത്യം. ഇനി ലോങ് ടേം ലാബിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബിലിറ്റി ആണ്. ഷോർട്ട് ടേം ലാബിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്
ക്യാപിറ്റൽ ആണ്. ലോങ് ടേം ലാബിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാബിലിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഈസ് ദ ഏറ്റവും ഫസ്റ്റത്തെ ലാബിലിറ്റി. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ആദ്യത്തെ ലാബിലിറ്റി ആയി മാറുന്നത്? ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ക്യാപിറ്റൽ വേണം. കാരണം ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാ ബാധ്യതയായിട്ട് മാറുന്നത്? ഇൻവെസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇറക്കിയ പൈസ പലരിൽ നിന്നും വാങ്ങുന്നവ. യെസ്, ബിസിനസ്സുകൾ പരാജയപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. ബിസിനസ് വേറെ, നമ്മൾ വേറെ എന്ന് രണ്ടും വേറെ വേറെ ആയിട്ട് കാണാത്തതാണ് ബിസിനസിന്റെ ഏറ്റവും വലിയ പരാജയം. അതായത് ഞാൻ ബിസിനസ്സിലേക്ക് ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ക്യാപിറ്റലായിട്ട് അതിനകത്തേക്ക് കൊണ്ടുവന്നു. ക്യാപിറ്റൽ തുടക്കം മുതൽ മുടക്കായിട്ട് കൊണ്ടുവന്ന് കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയപ്പോൾ എനിക്ക് എൻ്റെ വീടിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ കയ്യിൽ കുറച്ച് ക്യാഷിന്റെ ഷോർട്ട് വന്നു. ഞാൻ എന്ത് ചെയ്യും? ബിസിനസ്സിലുള്ള കുറച്ച് പൈസ എടുത്തിട്ട് വീട് പണിയെടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ബിസിനസിന്റെ ഫ്ലോ നഷ്ടപ്പെടും, ബിസിനസ് പരാജയത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കഴിച്ചിലായി പോവുകയൊക്കെ ചെയ്യും. അപ്പൊ ബിസിനസ് വേറെ നമ്മൾ വേറെ എന്നുള്ള രീതിയിലാവണം നമ്മൾ അക്കൗണ്ട്സ് ചെയ്യണത്. ബിസിനസ് വേറെ നമ്മൾ വേറെ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? അക്കൗണ്ട്സ് ചെയ്യണത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. ഉദാഹരണം, ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ഒരു 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ബിസിനസ് വേറെ എന്നുള്ള രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ വേറെ ബിസിനസ് വേറെ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യണത്? അത് ട്രീറ്റ് ചെയ്യണത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കോളായിട്ട് മാറും. അതായത് ഇപ്പം നാട്ടിൽ ഇങ്ങനെ ഞാനിങ്ങനെ മലബാർ ഗോൾഡിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോവാ. മലബാർ ഗോൾഡിലാണെങ്കിൽ ഭയങ്കര സെയിൽസ്, നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു 10 lakh rupees എടുത്ത് മലബാർ ഗോൾഡിന് കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? മലബാർ ഗോൾഡ് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുതൽ എനിക്ക് തിരിച്ചു തരണം വിത്ത് പ്രോഫിറ്റ്. അതായത് മലബാർ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10 ലക്ഷം രൂപ മലബാർ ഗോൾഡ് എന്താണ്? ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെ? നമ്മളൊരു ബിസിനസ്സിനകത്ത് ഒരു പൈസ ഇട്ട് അവരെന്ത് ചെയ്യും? അവൾ വെറുതെ കൊടുക്കും. ഇസ് ഇറ്റ് എ ഡൊണേഷൻ? നോ. ഡൊണേഷൻ ആണോ? വെറുതെ കൊടുക്കുകയാണോ? ഏതായാലും കിടക്കട്ടെ ഒരു 10 ലക്ഷം, അവിടെ കിടക്കട്ടെ 10, ഇവിടെ കിടക്കട്ടെ ഒരു 20, അങ്ങനെ കൊടുക്കോ? നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ മാസം എന്തായി മോനെ നടക്കുന്നുണ്ട് പരിപാടി? നടക്കോ? മുതൽ കിട്ടുമോ? എപ്പോഴാ പരിപാടി? ഇങ്ങനത്തെ ചോദിക്കില്ല. അതിന്റെ അർത്ഥം എന്താ? ബിസിനസ് എന്താണ്? ലാഭം ലാബിൾ ടു ബി. ഇയാൾക്ക് എന്താണ്? ബാധ്യതയുണ്ട്. അപ്പൊ ക്യാപിറ്റൽ ഇസ് ദ ഫസ്റ്റ് ലാബിലിറ്റി. ക്ലിയർ ആയില്ലേ? ഇത് ലോങ് ടേം ആണ് അല്ലെ? ക്യാപിറ്റൽ നമ്മൾ പെട്ടെന്ന് ഇന്ന് പൈസ ഇട്ട് നാളെ വലിക്കൊന്നുമില്ലല്ലോ. ബിസിനസ് ഇങ്ങനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്. അതുകൊണ്ടാണ് ലോങ് ടേം ലാബിലിറ്റിയിൽ ആദ്യത്തെ ലാബിലിറ്റി ആയിട്ട് തീർക്കുന്നത് ക്യാപിറ്റലിനെയാണ്. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഇനി അത് കൂടാതെ ലോങ് ടേം ബാങ്ക് ലോണുകൾ, ലോങ് ടേം പേഴ്സണൽ ലോണുകൾ, ഇതെല്ലാം ഈ ഒരു ലോങ് ടേമിലേക്ക്. ഇതിന് ഇത്രയേ ഉള്ളൂ. 1 വർഷത്തിന്റെ മുകളിലോട്ടേക്കാണോ ഈ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടേം എന്നാണ് പറയുന്നത്. 1 വർഷത്തിന് താഴെയാണോ ആ സംഭവം നടക്കുന്നതെങ്കിൽ അതിനെ എന്താ വിളിക്കാം? ഷോർട്ട് ടേം എന്ന് വിളിക്കാം. ക്ലിയർ ആയില്ലേ? ഈ ഷോർട്ട് ടേം ലോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലോണാണ് ബാങ്ക് ഓഡി എന്ന് പറയും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബിസിനസ്സുകാർക്കൊക്കെ എല്ലാവർക്കും ഉണ്ടോ ഓഡി? ബാങ്ക് ഓഡി. എന്താ ബാങ്ക് ഓഡി? ഓവർ ഡ്രാഫ്റ്റ്. എന്താ ബാങ്ക് ഓഡി? കേട്ടില്ലേ? ബാങ്ക് ഓഡി എന്ന് കേട്ടില്ലേ? ബാങ്ക് ഓഡി, ബാങ്ക് OCC. അക്കൗണ്ടിനേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കുക. അതെ, നമ്മുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് അതിനേക്കാൾ കൂടുതൽ പൈസ ചെലവഴിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഓവർ ഡ്രാഫ്റ്റ്. അതായത് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, എനിക്ക് 20 ലക്ഷം രൂപ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറ്റുന്നോ? 10 ലക്ഷം രൂപ അക്കൗണ്ടിലുള്ള 20 ലക്ഷം രൂപ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ 20 ലക്ഷം രൂപ എടുക്കാം. എങ്ങനെ എടുക്കാം? ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് എടുക്കാം. ഓഡി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് അതായത് ഓവർ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള പവർ ബാങ്ക് നമുക്ക് തരും. എങ്ങനെയാ ബാങ്ക് തരാം? അതായത് ഉദാഹരണം, ഞാൻ നല്ലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കാം. എൻ്റെ കയ്യിൽ ഒരുപാട് അസറ്റുകൾ ഉണ്ട്. അസറ്റ് മീൻസ് എൻ്റെ സ്റ്റോക്ക് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞാൻ ബാങ്കിനോട് എൻ്റെ ബാലൻസ് ഷീറ്റ് ഒക്കെ കൊടുത്തിട്ട് ബാങ്കിനോട് പറയാം, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, ക്യാഷിന്റെ ആവശ്യമുണ്ട്. പിന്നെ എപ്പോഴും വേണ്ട, ഞാൻ ചോദിക്കുന്ന സമയത്ത് തന്നാൽ മതി. പക്ഷെ എൻ്റെ പേരിൽ ഒരു 20 ലക്ഷം രൂപയുടെ ഓഡി പാസ് ആക്കി ഇടണം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റുകളും ബാങ്കിനകത്ത് കൊടുത്തു.
ഓഡിയുടെ എല്ലാ ഡോക്യുമെന്റുകളും ഞാൻ ബാങ്കിനകത്ത് കൊടുത്തു. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്തു? 20 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിനകത്ത് പാസ്സാക്കി. ഞാൻ എടുത്തിട്ടൊന്നുമില്ല, എൻ്റെ അക്കൗണ്ടിനകത്ത് പാസ്സാക്കി. ഇതിനെയാണ് നമ്മൾ ഓടി പാസ്സാക്കുക എന്ന് പറയാം. നമ്മുടെ അസറ്റുകളൊക്കെ കാണിച്ചുകൊണ്ട്, അതിന്റെ ബാലൻസ് ഷീറ്റ് ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മളൊരു എമൗണ്ട് ബാങ്കിനകത്ത് പാസ്സാക്കി വെച്ചു. എൻ്റെ അക്കൗണ്ടിൽ ഒരു 10 lakh rupees ഉള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് ഷുക്കൂറിന് ഒരു 10 ലക്ഷം രൂപ കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള 10 ലക്ഷം രൂപ ഷുക്കൂറിന് ചെക്കായിട്ട് കൊടുത്തു. ക്ലിയർ? എൻ്റെ ബാങ്ക് അക്കൗണ്ട് കാലിയാണ്. ഇത് കഴിഞ്ഞ ഉടനെയാണ് ബന്ന ഒരു ചെക്കായിട്ട് വരുന്നത്. 2 ലക്ഷം രൂപയുടെ ചെക്ക് ബന്നക്ക് ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു 10 ലക്ഷം കൊടുക്കുന്നതിനിടയിൽ ഈ ബന്നയ്ക്ക് കൊടുക്കാനുള്ള ചെക്ക് മറന്നുപോയി. അങ്ങനെ ബന്ന് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഈ 2 ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്തു. മീൻസ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ശ്രമം നടത്തി. അപ്പൊ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ? എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ബന്ന 2 ലക്ഷം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ബൗൺസ് ആവും. ചെക്ക് മടങ്ങും. ചെക്ക് മടങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പൈസ പോവും. ചെക്ക് മടങ്ങി കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടത്തില്ല. എനിക്ക് ബാങ്കിൽ ഒരു ചാർജ് വരും. എനിക്ക് ചിലപ്പോൾ കേസൊക്കെ ആയിട്ട് വരും. ചെക്ക് ബൗൺസ് ആയി കേസൊക്കെ ആയിട്ട് വരും. അപ്പൊ ഈ ഓൾറെഡി ഞാൻ ലോണ് പാസ്സാക്കി വെച്ചുകൊണ്ട് ബന്ന 1 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ചെക്ക് ക്ലിയർ ചെയ്തു പോകും. ഈ 1 ലക്ഷം രൂപ എടുക്കുന്നത് നേരത്തെ പാസ്സാക്കിയ ഓഡിയിൽ നിന്നാണ് ഈ ഒരു എമൗണ്ട് എടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അതിനു വേണ്ടി ബിസിനസ്സുകാർ ആദ്യമേ ബാങ്കിൽ കൊണ്ടുപോയി ഡോക്യുമെന്റ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഓടി പാസ്സാക്കിയിടും. അങ്ങനെയാണെങ്കിൽ ചെക്ക് ബൗൺസിന്റെ കേസ് വരത്തില്ല. ഇതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓവറായിട്ട് അപ്പൊ ഓൾറെഡി സാങ്ഷൻ ചെയ്ത് വെച്ചുകൊണ്ട് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ഒരു സമയത്താണ് എന്ത് ചെയ്യാം? ഈ സംഭവം എടുത്തുകൊണ്ട് പോകുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഒരു സംശയം ചോദിക്കട്ടെ. ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ ഓടി എടുത്തിപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി പാസ്സാക്കി വെച്ചപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇല്ല, ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വരും. നമ്മൾ എത്രയാണോ എമൗണ്ട് എടുത്തത്, ഇപ്പോൾ ഉദാഹരണം 10 ലക്ഷം രൂപ ഞാൻ എടുത്തു. 1 ലക്ഷം രൂപ ഇപ്പൊ ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ളൂ. ആ 1 ലക്ഷത്തിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് അടിച്ചാൽ മതി. ഇനി നമുക്കൊരു ഇൻകം വരും. അങ്ങനെ ഒരു ഇൻകം വന്നപ്പോൾ 1 ലക്ഷം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ 1 ലക്ഷം നേരെ പോകുന്നത് ബാങ്ക് ഓടിയിലേക്കായിരിക്കും. നമ്മളെ അക്കൗണ്ട് 0 ആയിരിക്കും. അപ്പോൾ ഓടി പാസ്സായാലും അതിന് ഇൻട്രസ്റ്റ് വേണ്ട. പാസ്സായ എമൗണ്ടിന് വേണ്ട. നമ്മൾ എത്രയാണോ യൂസ് ചെയ്യുന്നത് ആ എമൗണ്ടിനാണ് യൂസ് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. യൂസ് ചെയ്യുന്നതിന് മാത്രം. പക്ഷെ സാധാരണ രീതിയിൽ ഓടി എടുത്ത് പാസ്സായി കഴിഞ്ഞാൽ ബിസിനസ്സുകാർ അത് മൊത്തം വലിക്കുന്ന പരിപാടിയാണ് കാണാറുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ പർപ്പസ് ഇതാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഒരു വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ലക്ഷക്കണക്കിന് രൂപ, കാരണം എപ്പോഴാണ് അവിടെ നിന്ന് തലങ്ങും വിലങ്ങും ചെക്ക് വരുന്ന സമയത്ത് ബൗൺസ് ആവാതിരിക്കാൻ എന്ത് ചെയ്യും? ഇത് പാസ്സാക്കിയിട്ട് ഇതിൽ നിന്ന് അങ്ങ് പോയിക്കോളും. സെറ്റല്ലേ? സെറ്റാണോ? ഓടി പാസ്സാവുന്നതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ആസ് യൂഷ്വൽ. 2-3 വർഷത്തെ പ്രൊജക്ഷൻ കൊടുക്കണം, ബാലൻസ് ഷീറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നാലേ കിട്ടത്തുള്ളൂ. കാരണം നമുക്കിത് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലേ ബാങ്ക് എന്ത് ചെയ്യത്തുള്ളൂ? ലോൺ തരാം. അല്ലാത്ത ആർക്കൾക്ക് ലോൺ തരത്തില്ലല്ലോ. ക്ലിയർ ആയല്ലോ? അതായത് നമുക്ക് തിരിച്ചടക്കാനുള്ള സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അടുത്ത് മൊത്തം. ഈവൻ നമുക്ക് അടക്കാം. നമ്മൾ ഈ അസറ്റും കാര്യങ്ങളൊക്കെ എന്തിനാ ബാങ്ക് കൊടുക്കുന്നത്? ഇൻ കേസ് നമുക്ക് അടക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സാധനം അവരെടുത്തോണ്ട് പോകും. കൊണ്ടുപോകത്തില്ലേ? ഗവൺമെന്റിന് ഇങ്ങനെയൊരു പർപ്പസ് ഇല്ല. ഗവൺമെന്റിന് നമുക്ക് ഒരു ബിസിനസ്സിലേക്ക് 10 ലക്ഷം റുപ്യ ഇറക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ആ 10 ലക്ഷത്തിന്റെ സോഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓടിയെടുക്കുന്ന ഒരു സമ്പ്രദായമല്ലേ? 10 ലക്ഷത്തിന്റെ സോഴ്സ് കാണിക്കണമല്ലോ. സോഴ്സ് കാണിക്കാനില്ലെങ്കിൽ ഒരു 5 ലക്ഷം ഞാൻ ഇറക്കുന്നു, 5 ലക്ഷം ഞാൻ ഓടി. സോഴ്സ് വേണം. സോഴ്സ് ഇല്ലാണ്ട് ഓടി കിട്ടില്ല. നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് തന്നെ കൊടുത്താൽ നമുക്ക് സ്റ്റോക്ക്. അതല്ല എന്റെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ബിസിനസ്സിലേക്ക് 10 ലക്ഷം വേണം. പക്ഷെ 10 ലക്ഷമാണ് വേണ്ടത്. 10 ലക്ഷമാണ് ആ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടത് ക്യാപിറ്റലായിട്ട്. പക്ഷെ ആ 10 ലക്ഷം ഞാൻ എന്റെ ക്യാഷ് ഉണ്ട്. പക്ഷെ ആ ക്യാഷ് ഞാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സോഴ്സ് കാണിക്കാൻ എന്റെ അടുത്തില്ല. ക്ലിയർ ആയില്ല? ആ ക്യാഷ് ആ 10 ലക്ഷം എന്റെ അടുത്തില്ല. നമ്മുടെ സെഷൻ 10 മണി വരെയൊക്കെ ഉണ്ടാവേ. ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ആ 10 ലക്ഷം ആണ് ഇപ്പോൾ ഒരു ക്യാപിറ്റലായിട്ട് വേണ്ടത് ഒരു സ്ഥാപനം തുടങ്ങാൻ. അതെന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ ക്യാഷിന്റെ സോഴ്സ് കംപ്ലീറ്റ് അല്ല. അത് ഞാൻ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താ പറയാ, ഇൻകം ടാക്സ് ഒക്കെ അതിന്റെ സോഴ്സ് കാണിക്കണം. പക്ഷെ
പക്ഷെ ആ സോഴ്സ് എന്റെ അടുത്ത് കാണിക്കാനില്ല എങ്കിൽ 5 ലക്ഷത്തിന്റെ സോഴ്സ് എന്റെ അടുത്തുണ്ട്. അപ്പൊ അതനുസരിച്ച് കിട്ടും. അങ്ങനെ ചെയ്യാറുണ്ട്. ടാക്സ് അഡ്ജസ്റ്റ് അപ്പൊ ആ ചെയ്യാൻ വേണ്ടി ബാക്കി ഞാൻ 5 ലക്ഷം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതായത് അതിനെ ഓടിയെടുക്കുക, അതെ ഓടിയെടുക്കുന്നു. ടാക്സുമായി പക്ഷെ കണക്ട് ആ ചെയ്തിട്ടുള്ള ഓടി കാര്യങ്ങൾ എടുത്ത് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് കറക്റ്റ് ആണ്. എനിക്ക് പക്ഷേ അത് പബ്ലിക് ആണെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പരിപാടി ഉണ്ട്. അതെ 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 ഇങ്ങനെ ലോൺ അതായത് ശരിക്കും അങ്ങനെ പറഞ്ഞു കാരണം ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞത് ക്യാഷ് ഡയറക്റ്റ്. അതായത് ഇത്രയുള്ള അതായത് റെക്കോർഡിങ്സ് ഒന്നും പുറത്തുവിടരുത്. നിങ്ങളെ സെഷനിൽ മാത്രമേ ഇരിക്കാവുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ടാക്സ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കറക്റ്റ് നിങ്ങൾ പറഞ്ഞത് 100% ക്ലിയർ. അതായത് സാധാരണ രീതിയിൽ ബിസിനസ്സുകാർ ഈ സോഴ്സ് ഇല്ലാത്ത പൈസ, അതായത് ബ്ലാക്ക് മണി എന്ന് പറയും. ബ്ലാക്ക് മണി, ഈ മണിയെ നേരിട്ട് ബിസിനസ്സിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ അസറ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് പുറത്ത് ഇത് എന്തെന്ന് എടുത്ത് വാങ്ങി എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെ ഓടിയിൽ കളിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഓടിയുടെ ഉദ്ദേശം. പക്ഷെ നമ്മൾ ടേംസ് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ക്ലിയർ അല്ലേ? ടാക്സ് വെട്ടിപ്പെടുത്താനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആ രീതിയിലാണ് നമുക്ക് പബ്ലിക്കായിട്ട് പറയുമ്പോൾ കുറെ പ്രശ്നമുണ്ടല്ലോ. ഈ വെട്ടിപ്പ് കള്ളക്കടത്തിൽ പറയാൻ പാടില്ലെന്നാണല്ലോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ലാബിലിറ്റി, 2 തരത്തിൽ ലാബിലിറ്റി ഉണ്ട്. ലോങ് ടേം ലാബിലിറ്റി, ഷോർട്ട് ടേം ലാബിലിറ്റി. അപ്പൊ ഈ ഓടി പാസ്സാവാന് സർ 3 വർഷത്തെ ട്രയൽ ബാലൻസ് ഇതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എവിടുന്ന അത് എടുത്തു കൊടുക്കുക? ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോൺ ഓടി കിട്ടില്ല. 2ാമത്തെ വർഷമാണെങ്കിലും കിട്ടൂല? അല്ല, അതായത് കഴിഞ്ഞ ബാലൻസ് അല്ല, പ്രൊജക്ഷൻ ആണ്. ഇനി അടുത്ത വർഷം ഇങ്ങനെ സംഭവിക്കും. അത് ഓരോ ബാങ്ക് ഓരോ രീതിയിലാണ് ചോദിക്കുക. ചില ആള് കഴിഞ്ഞ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് ചോദിക്കും. ചില ആളുകൾ കഴിഞ്ഞ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് ചോദിക്കുമ്പോൾ മിക്കവാറും ആളുകൾ നമ്മൾ കൺസൾട്ടന്റ് ആയതുകൊണ്ട് പറയാം, അവർ പറയും ഇന്ന രീതിയിലുള്ള ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്തണം, അതിനനുസരിച്ചുള്ള ഇത്ര നമ്മൾ അങ്ങോട്ട് ചോദിക്കും എത്ര രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇതൊന്നും കറക്റ്റ് അല്ല. ഇപ്പൊ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ശരിക്കും ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ യഥാർത്ഥത്തില് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യാം? അയാളുടെ ഇൻകംസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത്ര രൂപ അടക്കാനുണ്ട്, ടാക്സ് അടക്കാനുണ്ട് എന്നാണ് പറയാം. അങ്ങനെയാണ് ശരിക്കും അയാൾ ഇൻകം ടാക്സ് അടക്കേണ്ടത്. പക്ഷെ ക്ലയന്റ് നമ്മോട് വന്നിട്ട് എന്താ പറയണ അറിയോ? എനിക്ക് ഇപ്രാവശ്യം ഒന്നും അടക്കാനാവില്ലേ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, എൻ്റെ കയ്യിൽ ആകെ ഇത്രയേ ഉള്ളൂ, ഇതിനനുസരിച്ചുള്ള ഒരു ഇൻകം ടാക്സ് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നതിന് പകരം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അക്കൗണ്ട്സ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് സംഭവം തിരിഞ്ഞോ? മനസ്സിലായോ പറഞ്ഞ? 10 ലക്ഷം രൂപ അടക്കാനുണ്ടെങ്കിൽ ഇവൻ പറയണം എൻ്റെ അടുത്ത് ആകെ 1 ലക്ഷം അടക്കാനുള്ള, അതിനനുസരിച്ചുള്ള ഒരു അക്കൗണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. തിരിഞ്ഞോ? പറഞ്ഞ ഐഡിയ ഇല്ലേ? അപ്പൊ ഒന്ന് വരാൻ പോണായിരിക്കും ഉണ്ടാക്കുക അല്ലെ? അതായത് ഓൾറെഡി നടന്നതിന്റെ ഒരു റിപ്പോർട്ട് കൊടുക്കും. പിന്നെ ഭാവിയിൽ ഇവർക്ക് ഇത്രയും സെയിൽസ് ഉണ്ടാവും നമ്മൾ പ്രൊജക്ട് ചെയ്യണം, നമ്മൾ പറയണം. അത് വെച്ച് കിട്ടും. ഇപ്പൊ ബാങ്കുകാർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റ് അല്ലേ? ദാറ്റ് മീൻസ് അനൂപ് പറഞ്ഞ പോലെ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് 3 years പ്രൊജക്റ്റഡ്. 3 years ആണ് നോർമൽ ചോദിക്കാം. 2 വർഷം ചോദിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പം അവരുടെ സ്ഥിരമായിട്ട് ബാങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കും, അതിന്റെ ബേസിലും കൊടുക്കാറുണ്ട്. എനിക്ക് ഒരുപാടുണ്ട്. ബാങ്ക് ഓടി മാത്രമല്ല, ബാങ്ക് OCC, CD, കിഴി എന്നൊക്കെ വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ മനസ്സിലാക്കുക അസറ്റ്, ലാബിലിറ്റി. അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ ലാബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് പറയാൻ പറ്റുമോ? ക്ലിയർ അല്ലേ? അസറ്റ് കണ്ടു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ആണോ കറണ്ട് അസറ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ലേ? ഇനി അടുത്തത് ഇമ്പോർട്ടന്റ്, ഇനിയുള്ളത് എക്സ്പെൻസ് ആണ്. ശ്രദ്ധിക്കുക, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെലവ്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയാം. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എക്സ്പെൻസ്. വൺസ് സ്പെൻഡ് പിന്നെ ആ സംഭവം തിരിച്ചിട്ടതില്ല. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെലവഴിക്കുന്ന പൈസയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയാം. ചെലവഴിക്കുന്ന പൈസ. ഉദാഹരണം, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സ്ഥാപനത്തിൽ എന്നെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ സാലറിയോട് കൂടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പെൻസ് ആണ്. കാരണം ഈ ഒരു മാസം ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു 10-50,000 രൂപ സാലറി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ 50,000 രൂപ സ്പെൻഡ് ആണ്, എക്സ്പെൻഡഡ് ആണ്. സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി അത് കിട്ടത്തില്ല. അസറ്റ് അങ്ങനെയാണോ? സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഭാവിയിൽ എന്ത് ചെയ്യാം? അത് വിൽക്കുമ്പം ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള ബാക്കി പൈസ കിട്ടും.
സ്പെൻഡ് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും കിട്ടണ്ട, കഴിഞ്ഞു, ആ സംഭവം കഴിഞ്ഞു പോയി. ഒരാൾക്ക് കമ്മീഷൻ കൊടുത്തു, ഇസ് ഓവർ, കഴിഞ്ഞു. റെന്റ് കൊടുത്തു, ആ മാസം റെന്റ് കഴിഞ്ഞു. കറണ്ട് ബില്ല് കൊടുത്തു, ആ മാസം പരിപാടി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇതിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയാം. എക്സ്പെൻസ് 2 രീതിയിലുള്ള എക്സ്പെൻസ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസും മറ്റൊന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസും. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്, എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്? സാധാരണ ഇതിൽ ആൾക്കാർ ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസും വളഞ്ഞു വഴി കൊടുക്കുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസും എന്നാണ് പറയാം. അതന്നെയാണോ? അങ്ങനല്ല, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ചെലവുകളൊക്കെ ആയിരിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് ആയിരിക്കും. ഡയറക്റ്റ് ആയിരിക്കും. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് കൊടുക്കുന്ന എക്സ്പെൻസ് അങ്ങനല്ല, പിന്നെ നമ്മളിപ്പോ ഒരു ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ, ഒരു ബിസിനസ്സിലേക്ക് നമ്മളിപ്പോ ആയി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാളെ നമ്മള് അതിൽ ജോലിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സാലറി ഉണ്ടല്ലോ ഒരു മന്ത് കഴിഞ്ഞ്, ഇത് ഇൻഡയറക്റ്റ് ആയിരിക്കും. അതല്ല, അതിലേക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുവരുമ്പോ അതൊക്കെ എടുത്തേക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അവർ ഡയറക്റ്റ് ആയിരിക്കാം. ഓക്കെ. പിന്നെ അത് നമ്മുടെ ടേംസില് നമ്മുടെ ചില ആൾക്ക് പറയും ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസ്, ചില ആൾക്ക് ഇൻഡയറക്റ്റ് എന്ന് പറയും. ചില ആൾ പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ഡയറക്റ്റ്, പിന്നെ കൊടുക്കുന്ന ഇൻഡയറക്റ്റ്. ആദ്യം തുടക്കത്തിൽ കൊടുക്കുന്ന ഡയറക്റ്റ്, ഇങ്ങനെ. ഇതൊന്നല്ല, ഇത് സ്കൂളിൽ പഠിക്കുന്ന അക്കാഡമിയിൽ പഠിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നൊക്കെ പൊട്ട തെറ്റാണ്, ഒന്നും വിചാരിക്കരുത്. പറയില്ലാണ്ട് നിർവാഹമില്ല. കൊമേഴ്സുകാരൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിലെ ഈ കൊമേഴ്സിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ, ഈ കൊമേഴ്സ് +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനത്തെ സെഷനിൽ ഇരുത്തട്ടോ. അവരൊക്കെ ഇത് കഴിയുമ്പോഴേക്കും പക്കയാവും. അത് കഴിയുമ്പോഴേക്കും നല്ല ഗംഭീരമായിരിക്കും. കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ വീട്ടിനകത്ത്? അവരെ പിടിച്ച് ഇരുത്തി കിട്ടാൻ പണിയായിരിക്കും, പക്ഷെ ഇരുന്ന് കിട്ടിയാൽ നല്ലതാണ്. കൊമേഴ്സുകാരെ അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റത്തില്ല കേട്ടോ. ശ്രമം നടത്തി നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും, അവർ ഈ ഭാഗത്തുണ്ടാവില്ല. ഇരിക്കോ അല്ലേ? കൊമേഴ്സ് നമ്മളിരുന്നിട്ടില്ല ആ സമയത്ത്. പിന്നെ ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ജോളി അടിച്ചുപൊളി എൻജോയ് എവരി ഹോളിഡേ ആൻഡ് സാറ്റർഡേ എന്നുള്ള പരിപാടി നമുക്ക് അന്ന് ഇന്നും. കാരണം അവരെ പിടിച്ചിരുത്താൻ പണിയാം. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ്. എല്ലാവരും വീഡിയോയിൽ പോയല്ലോ, കുറച്ച് ആളുകളല്ലേ കാണുന്നുള്ളൂ. വീഡിയോയിൽ വരും എപ്പോഴേ കണ്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മരത്തിൽ നോക്കി പറയുന്ന പോലെ അതില് പാറയെ നോക്കിട്ട് നമുക്ക് സംസാരിക്കുന്ന പറയണ്ട. കാരണം കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ക്ലാസ്സിന് കയറാത്ത നിങ്ങൾ ഇവിടുന്ന് പോയി ഫോൺ അവിടെ ഓക്കെ. പരമാവധി വീഡിയോയിൽ ഒന്ന് അറ്റൻഡ് ചെയ്യടാ. അതിൽ കിട്ടുന്ന ക്വാളിറ്റി ബന്നൊക്കെ കിട്ടുന്ന അറിവായിരിക്കത്തില്ല വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന എനിക്ക് കിട്ടുന്നുണ്ടാവും. ബന്ന ഫുൾ ടൈം നോക്കുക വീഡിയോയിൽ ഒന്നും ഇരിക്കുന്നത്. ബന്ന മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഫ്രണ്ട് ലൈനിൽ കണ്ടവരോട് പറഞ്ഞു മാത്രം. അല്ല ബന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നില്ലേ ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത് ഫീൽ ചെയ്യുന്നില്ലേ? അല്ലെ, ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ നിങ്ങളോട് മാത്രം സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ഓരോരുത്തർക്കും വീഡിയോ ഓൺ ആക്കിയവർക്ക് മനസ്സിലാവും ഇത് ഇയാൾ എന്നോടാ പറയുന്നത്, എനിക്ക് വേറെ എവിടെ നോക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അതാണ് ഈ ഓൺലൈൻ ക്ലാസ്സിന് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ രണ്ടാളും, ട്രെയിനറും വീഡിയോയിൽ വരണം, എടുക്കുന്നവനും അറ്റൻഡ് ചെയ്യുന്നവനും, എന്നാലേ ഇത് പക്ക റിസൾട്ട്. എന്നാൽ ഓഫ്ലൈനെക്കാട്ടിൽ അടിപൊളിയാണ് ഈ സംഭവം. കാരണം ഇൻഡിവിജ്വൽ നോളജ് ആണ്. നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണ്ട. 1 മണിക്കൂർ 2 മണിക്കൂർ ഓരോ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി, നല്ല നോളജും കിട്ടും. ഇതല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ. നിങ്ങൾ ചില സാഹചര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. കിച്ചണിൽ ഇരിക്കുന്ന ആളുകളുണ്ടാവും, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അത്തരം ആളുകളൊക്കെ അതിനകത്ത് പോവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്നവര് മനസ്സിനെ വഞ്ചിച്ചുകൊണ്ട് വീഡിയോ ഓഫ് ചെയ്ത് വെക്കരുത്. അത്രേ ഉള്ളൂ. നമ്മൾ മനസ്സ് എന്തായാലും കളവറിയില്ലല്ലോ. ഇപ്പൊ എനിക്ക് എല്ലാ സാഹചര്യം ഉണ്ട്, എന്നാലും വേണ്ടില്ല ഞാൻ കടന്ന് കേൾക്കാന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് നിങ്ങളെ മനസ്സിനെ നിങ്ങൾ പറ്റിക്കുന്ന. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അങ്ങനെയല്ലേ? ബാക്കി എന്തിനാ മനസ്സിനെ വഞ്ചിക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ. ഇനി സത്യസന്ധമായിട്ട് കിച്ചണിൽ വെക്കാണ്, ഒരു രക്ഷയില്ല, ഓഫ് ചെയ്യാം, അത് നിർബന്ധം. പക്ഷെ എന്നാലും ഇയാളെങ്ങനെ ഇങ്ങനത്തെ ക്ലാസ്സിന്റെ ആംബിയൻസ് കിട്ടില്ല. ചില ആൾക്കാർ ഇയാള് ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടാ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. ഓക്കെ, ഇനി എക്സ്പെൻസിന്റെ കാര്യത്തിലേക്ക് വരാം. അത് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യും.
സാലറി കൊടുക്കും, കറണ്ട് ബില്ല് കൊടുക്കും, വാടക കൊടുക്കും, റെന്റ് കൊടുക്കും, ഇങ്ങനെ കൊടുക്കും, കമ്മീഷൻ കൊടുക്കും, അത് കൊടുക്കും, ഇതൊക്കെ കൊടുക്കും, ക്ലീനിങ്ങിന്റെ എല്ലാത്തിന്റെയും പൈസ. ലാഭം ഉണ്ടാക്കാൻ വെറുതെ ഒരാൾ പൈസ കൊടുക്കില്ലല്ലോ. ഇയാളെ കൊണ്ട് അതിന് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് അതിനെ നമ്മൾ സ്പെൻഡ് ചെയ്യുക. സ്പെൻഡ് ചെയ്ത വൺസ് സ്പെൻഡ് അത് തിരിച്ചു കിട്ടത്തില്ല. അതിനെയാണ് നമ്മൾ എക്സ്പെൻസ്. 2 തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. സ്കൂളിൽ പഠിക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് മുതൽ അത് സെയിലബിൾ കണ്ടീഷൻ ആകുന്നത് വരെ എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടോ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ഒരു പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് കാലിക്കറ്റ് പോയിട്ടാണ് എനിക്ക് വാങ്ങേണ്ടതെന്ന് വിചാരിക്കും. കോഴിക്കോട് പോയിട്ട് വാങ്ങണം എന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് പിന്നെ നിഹാലിന്റെ സ്ഥാപനത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളതെന്ന് വിചാരിച്ചോളൂ. നിഹാൽ കോഴിക്കോടുള്ള ഒരാളാണ്. നിഹാലിന്റെ സ്ഥാപനത്തിലാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത്. അപ്പം ഞാൻ മലപ്പുറത്താണ് എൻ്റെ സ്ഥാപനം. ഞാൻ മലപ്പുറത്ത് നിന്ന് നിഹാലിന്റെ സ്ഥാപനത്തിൽ പോയി അവിടുന്ന് എടുത്തു കൊണ്ടുവന്ന് എൻ്റെ സ്ഥാപനത്തിൽ എത്തി എൻ്റെ റാക്കിനകത്ത് ഇത് സെയിൽ ചെയ്യാൻ എത്തുന്ന സാഹചര്യം വരെ എനിക്ക് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ടോ ഇതിന്റെ മുകളിൽ, ഇതിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഈ പ്രൊഡക്റ്റിന് 30 രൂപയെ വിലയുള്ളൂ എന്ന് വിചാരിക്കുക, 30 rupees. എനിക്ക് പോവാൻ 5 രൂപ ചെലവായി, വരാനും 5 രൂപ ചെലവായി. ഈ പോവാനും വരാനുള്ള ചെലവ് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ്. കാരണം ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്, ഇത് വാങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഇതുമായി ഡയറക്റ്റ് ആയിട്ട് വന്ന എക്സ്പെൻസ് ആണ്. പിന്നീട് അവിടെ എത്തിയ സമയത്ത് എത്തിയപ്പോഴുന്ന സമയത്ത് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, പോർട്ടറാണ് എടുത്തു തരിക. അങ്ങനെ പോർട്ടർ അയാൾ ചുമലിലേറ്റി നമ്മളെ വണ്ടിയിൽ എടുത്തു വെച്ച് വന്നു. അയാൾക്ക് നമ്മളൊരു കൂലി കൊടുക്കും, വേജ് കൊടുക്കും. അതെന്താണ്? ഡയറക്റ്റ്. അങ്ങനെ നമ്മളെ സ്ഥാപനത്തിൽ എത്തിയപ്പോൾ അവിടെയും പോർട്ടർ ഓടി വന്നിട്ട് അയാൾ എടുത്തിട്ട് നമ്മളെ സ്ഥാപനത്തിൽ കയറ്റി വെച്ചു. ഇതെന്താണ്? ഡയറക്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആകുന്നത് വരെ ഈ പ്രൊഡക്റ്റിന്റെ മുകളിൽ എന്തൊക്കെ തരത്തിലുള്ള ചെലവുകൾ ഉണ്ടോ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സത്യോ? ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആകുന്നത് വരെ എന്തൊക്കെ തരത്തിലുള്ള ചെലവുണ്ടോ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ബാക്കി എന്ത് എക്സ്പെൻസ് സംഭവിച്ചു കഴിഞ്ഞാലും അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ ഇപ്പൊ ഉദാഹരണം എന്തുകൊണ്ടാണ് അറിയോ? ചില സ്ഥാപനങ്ങൾ കണ്ടിട്ടില്ലേ, ഭയങ്കര കച്ചവടമാണ്. ഈ കച്ചവടം ഉള്ളവനായിരിക്കും നേരത്തെ പൂട്ടി പോകുന്നുണ്ടാവുക. അല്ലെ, ചിലപ്പോൾ പറയും എമ്മാതിരി കച്ചവടമായിരുന്നു അവിടെ, പക്ഷെ ഓല് പൂട്ടിയല്ലോ, ഇങ്ങനെ പറയുന്ന കേസില്ലേ? കച്ചവടം ഉണ്ട്, അപ്പൊ കച്ചവടം ഉണ്ടായതുകൊണ്ട് ലാഭം ഉണ്ടാവില്ല. കച്ചവടം ഉള്ളതുകൊണ്ട് എന്തുണ്ടാവില്ല? ലാഭം ഉണ്ടായിക്കോണമെന്നില്ല. കച്ചവടം ഉള്ളതുകൊണ്ട് ലാഭം ഉണ്ടാവില്ല. എങ്ങനെയാ? ഈ പ്രൊഡക്റ്റിന് 30 rupees ഇതാണ് 30 രൂപയാണ് ഇതിന്റെ വില. ഞാനിത് 31 രൂപക്ക് വിൽക്കാന്ന് വിചാരിച്ചോ, 31 rupees. കണക്ക് പ്രകാരം 1 രൂപ ലാഭമാണ് അല്ലെ? ബുക്കിൽ ലാഭം ഉണ്ടാവും? ബുക്കിൽ ലാഭം ഉണ്ടാവും. അപ്പൊ നോക്കേ, ശരിക്ക് ഇതിന് 30 രൂപയാണ്. എനിക്ക് പോവാൻ 1 രൂപ ചെലവുണ്ട്, വരാൻ 1 രൂപ ചെലവുണ്ട്. അപ്പൊ തന്നെ 32 ആയി. പിന്നെ ഈ സാധനം കയറ്റി ഇറക്കി തരുന്ന പോട്ടർമാർക്ക് അയാൾക്കും 1 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 33 രൂപയായി. അപ്പം 31 രൂപക്ക് ഇത് വിറ്റ ലാഭമാണോ നഷ്ടമാണോ? അവിടെ തന്നെ പോയി 3 രൂപ. അതാണ് കച്ചവടം ഉണ്ടായിട്ടും പൂട്ടി പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ബുക്കിൽ ചിലപ്പോൾ ലാഭം ഉണ്ടാവും, കയ്യിൽ പൈസ ഉണ്ടാവില്ല. ക്യാഷ് ഫ്ലോന്റെ അടുത്തുള്ള ഒരു പ്രശ്നമാണ് അത്. ക്യാഷ് ഫ്ലോ അറിയാത്തതുകൊണ്ട് പ്രോഫിറ്റ്, അവിടെയാണ് നമ്മൾ പ്രോഫിറ്റ് കൂടുതൽ എടുക്കണം എന്നൊക്കെ പറയുന്നത്. പ്രോഫിറ്റിലാണ് കളി എന്നല്ല, പ്രോഫിറ്റ് എപ്പോഴും നടക്കുന്നത് ക്യാഷ് ഫ്ലോയിലാണ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇടക്കാലം അനിൽ ബാലചന്ദ്രൻ എന്നുള്ള ഒരു സംഭവം ഒരാളെ കേട്ടില്ലേ, ഫിഗർ കേട്ടില്ലേ? അനിൽ ബാലചന്ദ്രൻ ഇടയ്ക്ക് തെറിയൊക്കെ വിളിച്ചിട്ട് മോട്ടിവേഷൻ സ്പീക്കർ കേട്ടില്ലേ? പുള്ളി നിരന്തരം സംസാരിക്കുന്നതാണ്, കയ്യിൽ ബുക്കിൽ ഉണ്ടായിട്ട് കാര്യമില്ല, കയ്യിൽ പൈസ കിട്ടണം എന്ന് പറയും. കറക്റ്റ് ആണ് പറഞ്ഞത്. അയാൾ എങ്ങനെ ചീത്ത വിളിക്കാൻ തെറി വിളിച്ചാൽ പറയുന്ന എക്സാക്ട് പോയിന്റ് ആണ്. ബുക്കിലല്ല ലാഭം, കയ്യിൽ പൈസ കിട്ടണം. പൈസ ഉണ്ടോ വില ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു വില ഉണ്ടാവില്ല. അതായത് പ്രോഫിറ്റ് കൂടുതൽ എടുക്കണം. സത്യസന്ധമായ കാര്യമാണ്. നമ്മൾ അയാൾ പറഞ്ഞ എല്ലാത്തിനും 100% യോജിക്കുന്നതല്ല, സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ പ്രോഫിറ്റ് എടുത്താലേ ലാഭം ഉണ്ടാകത്തുള്ളൂ. ബിസിനസ് ചെയ്യുന്ന എന്തിനാ? സാമൂഹ്യ സേവനം നടത്താനാണോ?
ചില ആൾ പറയും ബിസിനസ് അങ്ങനെ ഇങ്ങനെ. പക്ഷെ സാമൂഹ്യ സേവനം നടത്താനാണോ? അല്ല, ലാഭം ഉണ്ടാവാൻ. എൻഡ് ലക്ഷ്യം എന്നുള്ളത് ലാഭം കിട്ടിയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ചതിക്കാത്ത രീതിയിൽ ചെയ്യാൻ അടിപൊളി. ഒരു ഡൗട്ട് ഉണ്ട്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഉണ്ടല്ലോ, അത് ഡയറക്റ്റ് ആണോ വരിക അല്ലെ ഇൻഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് ആണോ വരിക? ഇൻഡയറക്റ്റ് ആണോ? ഇൻഡയറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അതൊരു ഡയറക്റ്റ് വരുന്ന കേസുകൾ അതായത് നമുക്ക് ഏത് എക്സ്പെൻസിനെയും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റത്തില്ല. അത് ആ ബിസിനസിന്റെ സാഹചര്യത്തിനനുസരിച്ചിരിക്കും. ഉദാഹരണം, ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നോർമലി ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് എല്ലാവരും പറയും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയാം. ട്രാവലിംഗ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. സാലറി ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം അല്ലേ? സാലറി എന്താന്ന് വെച്ചാൽ എല്ലാവരും എന്താ പറയുക? കൊമേഴ്സുകാരൊക്കെ ഉറപ്പിച്ച് പറയും സാലറി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജ് എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയും ഡയറക്റ്റ് ആണെന്ന് പറയും, ഇല്ലേ? പക്ഷെ ഇത് റോങ് ആണ്. സാലറി ഡയറക്റ്റ് ആകാം, ഇലക്ട്രിസിറ്റി ബില്ല് ഡയറക്റ്റ് ആകാം, റെന്റ് ഡയറക്റ്റ് ആകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. എങ്ങനെ വരാമെന്നറിയോ? ചെറിയ എക്സാമ്പിൾ പറയാം. സാലറി എങ്ങനെയാണ് ഡയറക്റ്റ് ആകുന്ന കേസ് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാലിക്കറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാണ്. കാലിക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യണം. ഞാൻ എല്ലാ ദിവസവും എനിക്ക് പർച്ചേസിങ് ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, ഒരു ബംഗാളിനെ ഏൽപ്പിച്ചു. ബംഗാളിനോട് പറഞ്ഞു, നീ എല്ലാ ദിവസവും കൊണ്ടുപോയി സാധനം പർച്ചേസ് ചെയ്യുന്ന പണി കംപ്ലീറ്റ് നീ ചെയ്യണം, ഞാൻ ഇതിനകത്ത് ഉണ്ടാവില്ല. എനിക്കൊരു മാസം ഒരു 10,000 രൂപ സാലറി ആയി നിശ്ചയിച്ചു. ഒരു 10,000 റുപ്പീസ് ഞാൻ സാലറി ആയിട്ട് ഈ ആൾക്ക് നിശ്ചയിച്ചു. 10,000 റുപ്പീസ് സാലറി ആയിട്ട് നിശ്ചയിച്ചു. അങ്ങനെയാണെങ്കിൽ ആ സാലറി നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. റെഡി ആണോ? ആ സാലറി നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് അത്? പിന്നെ പ്രൊഡക്റ്റ് അതായത് പർച്ചേസ് ചെയ്ത് സെയിലബിൾ കണ്ടീഷൻ ആകുന്നതിന് വരേണ്ട ചെലവല്ലേ? അതല്ല, അത് സ്റ്റാഫായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണ്. എന്തായിരുന്നു? അത് ഡയറക്റ്റ് സ്റ്റാഫായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണ്. ഡയറക്റ്റ് സ്റ്റാഫായിട്ട് പരിഗണിക്കാവുന്നതല്ല. ഒരു പ്രൊഡക്റ്റ്, അതായത് ഈ പ്രൊഡക്റ്റിന്റെ വില കൂട്ടുമ്പോൾ ഇതിന്റെ വില പ്ലസ് അയാളുടെ എക്സ്പെൻസ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് ഇടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ സ്ഥാപനം നഷ്ടത്തിലേക്ക് പോകും. അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡെയിലി വേജസിന്റെ ഇതിൽ കൂട്ടില്ല. എങ്ങനെ? വെയ്ജ് എന്ന് പറയുമ്പോൾ നോർമലി പറഞ്ഞിട്ടാ, വെയ്ജ് എന്ന് പറയുമ്പോൾ കൊമേഴ്സ് പഠിച്ചാലുള്ള പ്രശ്നം നേട്ടാ. ഇത് ഈ സാധനങ്ങൾ കയറി വരാം, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പഠിപ്പിക്കുന്നിടത്തുള്ള പ്രശ്നമാണ്. വെയ്ജ് എന്ന് പറയുമ്പോൾ ഒറ്റ ഇടലാണ് ഇവർ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. ഇത് ഇടുന്ന സമയത്ത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വ്യത്യാസം വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വ്യത്യാസം വരും. അങ്ങനെ തെറ്റാൻ തുടങ്ങും. വെയ്ജ് എന്ന് പറയുമ്പോൾ കൂലി എന്നാണ് അർത്ഥം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ പോയി നോക്കുമ്പോഴേ പിന്നെ സാധാരണ വെക്കുന്ന പൈപ്പിന്റെ അടുത്ത് ഒരു തേങ്ങ വീണിട്ട് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കും, അയാളെ ടാപ്പ് നന്നാക്കിയിട്ട് പോകും. അയാൾക്ക് ഞാൻ എന്താ കൊടുക്കുക? സാലറി ആണ് കൊടുക്കുക, വേജ് ആണോ കൊടുക്കുക? ഇസ് ഇറ്റ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്? കൊമേഴ്സുകാർ എല്ലാവരും എഴുതും ഡയറക്റ്റ് ആണെന്ന് എഴുതും. പൊട്ടത്തെറ്റാണ്. അത് പ്രൊഡക്റ്റുമായിട്ട് ഒരു അവിഹിത ബന്ധം വരെ ഇല്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പൈപ്പ് പൊട്ടിയതും പ്രൊഡക്റ്റും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? മനസ്സിലായി? അപ്പൊ വേജ് എന്താണ്? അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നു. സത്യോ? പക്ഷെ ഒരു രീതിയിൽ നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം റെഡി ആക്കുമ്പോ കറക്റ്റ് ആവോ? കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് റെഡി ആവുന്നതും എക്സാമിന് വേറെ ആൾ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ടാലി ആവാത്തതും. കാരണം സ്കൂളിൽ ക്വസ്റ്റ്യൻ ഇടുന്നവനെ അറിയാം, അവൻ അതേ പഠിപ്പിക്കത്തുള്ളൂ, വേറെ ഒന്നും നോക്കത്തില്ല. പക്ഷെ ഇത് പഠിപ്പിച്ചവനല്ല അപ്പുറത്ത് ക്വസ്റ്റ്യൻ ഇടുന്നത്, അവനിടുമ്പോ ടാലി ആവത്തില്ല. നമ്മളൊരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മള് അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമുണ്ടോ? തെറ്റും. ഗ്രോസ് പ്രോഫിറ്റ് തെറ്റും, GP തെറ്റും. ഇത് ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് ആണ്. ഇങ്ങനെ ചെയ്താലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഭയങ്കര കച്ചവടമാണ്, കച്ചവടം പൊട്ടിപ്പോയി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തും. കാരണം നമ്മൾ കോസ്റ്റിങ്ങിൽ നമ്മളെടുത്ത് പാളും. കാരണം ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് നിർണ്ണയിക്കുമ്പോൾ എന്താണ്? പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്യണം. അതായത് ഇതിന് 30 രൂപയുള്ളെങ്കിൽ ഇതിന്റെ മുകളിൽ എനിക്ക് ചെലവായ പൈസയും കൂടി ആഡ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വേണം ഞാൻ പ്രോഫിറ്റ് എടുക്കാൻ. അങ്ങനെയല്ലേ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? ഇതിന് 30 രൂപ ഉള്ളെന്ന് പറയുമ്പോൾ ഞാൻ 31 രൂപ ലാഭം എടുക്കും, 31 രൂപക്ക് വിൽക്കും, 1 രൂപ ലാഭം.
കണക്ക് കൂട്ടും. ശരിക്കും യഥാർത്ഥത്തിൽ ഇതിന് കോസ്റ്റ് എന്തിനാ 30 രൂപ ഇതിന് മാത്രം വിലയാ. പിന്നെ പോകാനും വരാനും അവിടുന്ന് വെള്ളം കുടിക്കാനുള്ള പൈസ ആകുമ്പോൾ ചിലപ്പോൾ 35 ആയിട്ടുണ്ടാവും. അപ്പൊ 36 വിറ്റാൽ ഇത് ലാഭമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? തിരിഞ്ഞോ? കത്തില്ലേ? അപ്പം ഒരിക്കലും ഒരു എക്സ്പെൻസും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണോ അവിടെ നടന്ന ആ ഒരു ഇൻസിഡന്റ് ഏതാണോ നോക്കി അതിനനുസരിച്ച് വേണം ആ ഒരു സംഭവത്തെ നമ്മൾ പറയാൻ. അപ്പൊ ഈ ചില സമയത്ത് മാനുഫാക്ചറിങ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു 90% എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. മാനുഫാക്ചറിങ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി എന്ന് വിചാരിച്ചു. അപ്പൊ അവര് ചോദിക്കാണ് ഇങ്ങനെ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഏതിലാണ് വരിക, ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ആൻസർ പറയണം. എവിടെ കൊടുത്ത പരസ്യമാണെന്ന് ചോദിക്കണം. ഇപ്പൊ വേജ് ഇങ്ങനൊന്നും ചോദിക്കില്ല. ഇന്റർവ്യൂവിന്റെ കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞ കണ്ടീഷന് GST അറിയുന്ന ആളാവണം യൂണിസെ, വേറെ ഒന്നും വേണ്ട. നമ്മൾ വേറെ സ്ട്രൈറ്റ് ചോദ്യമൊന്നുമില്ല. GSTയുടെ സൈറ്റ് ഓപ്പൺ ആക്കി കൊടുത്ത് ഇത് ചെയ്ത് കാണിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. വേറെ ചോദ്യമൊന്നുമില്ല. GST വാട്ട് ഈസ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അങ്ങനത്തെ ചോദ്യമൊന്നും ഇപ്പോൾ ഇല്ല. GSTയുടെ സൈറ്റ് ഓപ്പൺ ആക്കി കൊടുക്കും. ഇതിൽ GSTR 1 എങ്ങനെയാണ് ചെയ്യാം, 2A എങ്ങനെ ചെയ്യാം, 2B എങ്ങനെ ചെയ്യാം, 3B അത് ചെയ്ത് കാണിച്ചു തരാൻ പറയും. അതാണ് ഇന്നത്തെ കാലത്തെ ഇന്റർവ്യൂ. പക്ഷെ സാർ ഞാൻ UAE-ലാണ്. അപ്പൊ UAE-ൽ ഞാൻ 1-2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്, എന്താണ് അക്രൂഡ് ഇൻകം, ചെറിയ കമ്പനി അല്ലേ ഇന്റർവ്യൂ ബോർഡിൽ അതിന് മുതലാളി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പരിപാടി വൺ മാൻ ബിസിനസ് ആയിരിക്കും. അല്ലാണ്ട് കാരണം ഒന്നെങ്കിൽ അയാളുടെ പ്രാക്ടീസ് നോളജ് കുറവ്. ഞാനിപ്പോ UAE ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ UAE കോർപ്പറേറ്റ് ടാക്സും വാറ്റും ആന്റി മണി ലോണ്ടറിങ്, കോമ്പാറ്റിംഗ് ആന്റി ടെററിസം പോലെയുള്ള ആക്ടുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. ആ സ്ഥിതിക്ക് ഞാൻ പറയാം, എൻ്റെ അടുത്ത് ക്ലയന്റ് ചോദിക്കുന്ന ചോദ്യം യൂണിസെ UAE വാറ്റും കോർപ്പറേറ്റ് ടാക്സും ഫയൽ ചെയ്യുന്നവൻ അറിയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല. സൂം ഓപ്പൺ ആക്കിയിട്ട് UAE വാറ്റിന്റെ യൂസർ ഐഡിയും പാസ്വേഡും കയറി UAE വാറ്റിന്റെ സൈറ്റ് തുറന്നു കൊടുക്കും. ഇതിനകത്ത് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറയും. അല്ലാത്തവൻ അവിടെ പിടിച്ചിരുത്തിയിട്ട് എന്താ കാര്യം? അതാണ് ഇപ്പോഴത്തെ ഇന്റർവ്യൂവിന്റെ ട്രെൻഡ് മാറി. മുമ്പ് എന്തായിരുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ്. വാട്ട് ഈസ് GST? അപ്പൊ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സർ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇങ്ങനെയാണ് അല്ലെ? പിന്നെ വാട്ട് ഈസ് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഓക്കെ, ശരി. ഇത് പറയുന്നവനും കേൾക്കുന്നവനും അത്രേ അറിയത്തുള്ളൂ. മുതലാളിക്ക് അത്ര അറിയത്തുള്ളൂ. അയാളും ടീഷർട്ട് അന്ന് അതിന് വേണ്ടി ഉണ്ടാക്കിയ കുപ്പായായിരിക്കും, അറിയത്തില്ല. കുറ്റമൊന്നല്ല കേട്ടോ, ഇത് മൊത്തത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കും, സത്യസന്ധമായിട്ട് കാര്യം പറയുന്നത്. ഞാൻ എൻ്റെ അടുത്തുള്ള HR മാനേജേഴ്സും പാറ്റേൺസും ഒക്കെ ഇവരുടെ അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ കാലിക്കറ്റ് ഇന്റർവ്യൂ, ഞാൻ അക്കൗണ്ട്സിലെ ഡിവിഷൻ മാത്രം ചോദിക്കുമ്പോൾ HR-ലുള്ള എൻ്റെ അസറുദ്ദീൻ എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത സുഹൃത്ത്, വൈ ആർ യു ഹിയർ എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ ചോദ്യം, നീ എന്താ ഇവിടെ എന്ന്. ഒരു അക്കൗണ്ടന്റ് അത്രയും ഒരുങ്ങി വന്ന ഒരാളോട് ചോദിക്കണം, വൈ ആർ യു ഹിയർ, നീ എന്താ ഇവിടെ? അവൻ കഴിഞ്ഞില്ല, അവൻ അതുവരെ പ്രിപ്പയർ ചെയ്ത കംപ്ലീറ്റ് സാധനം പോയില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ അടിപൊളി മാറ്റി കുറെ കാര്യങ്ങൾ പഠിച്ചിങ്ങനെ വെച്ച് ഇങ്ങനെ ഇതിലേക്ക് വെക്കുമ്പോൾ യെസ് ഗെറ്റ് സിറ്റ് ഇൻ എന്ന് പറഞ്ഞതിന് ശേഷം വൈ ആർ യു ഹിയർ എന്ന് വെച്ചാൽ എന്താ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ എന്താ പറയാ, അത് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് കിട്ടിയ, അപ്പൊ അങ്ങനെ കിട്ടിയ സമയത്ത് ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് കണ്ടു, അപ്പൊ അങ്ങനെ വന്നതാ. ഇതോടുകൂടി ഇവൻ വറച്ചു തുടങ്ങി. പിന്നെ അവൻ ഒറിജിനൽ മാത്രമേ വരത്തുള്ളൂ. പിന്നെ ഇവന് പഠിച്ചൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ലാസ്റ്റ് എവിടെ വർക്ക് ചെയ്തെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ അവിടെ തന്നെ വർക്ക് ചെയ്താൽ പോരുന്നു, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇതാണ് ചോദ്യത്തിന്റെ പാറ്റേൺ. ഒരിക്കലും നിങ്ങൾ വിചാരിച്ച പോലെ 1, 2, 3 എന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് വായിക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥ ഇന്റർവ്യൂ ബോർഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ ഈ ചെറിയ കമ്പനികളിൽ പോകുമ്പോ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് വേറെ കമ്പനിയിൽ നിന്ന്. വേറെ കമ്പനി ചോദിച്ചു, ആ കമ്പനി വലുതായിരുന്നില്ലേ? അതെ, അവര് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ആ കമ്പനി വലുതായിരിക്കും. കാരണം അതിൽ കൃത്യമായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഞാൻ വലിയ കമ്പനി ഇന്റർവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പൊ അടുത്ത് ചോദിക്കും, അപ്പൊ എന്താ അടുത്ത ആ കമ്പനി തന്നെ വർക്ക് ചെയ്ത് അവിടെ. അപ്പം ചിലർ പറയും, അവിടെ സാറേ ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല. നിങ്ങൾ വിചാരിച്ച എന്താ അവിടെ നടക്കുന്നത്? അപ്പൊ ഇങ്ങനെ കഥ പറയും, അവിടെ ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നം ഉണ്ടായിട്ട് അവര് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അവർ കുറെ കുറ്റങ്ങൾ പറയും. നമ്മൾ യെസ് നമ്മൾ കൂട്ടും, നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റി. കാരണം ഇവൻ എന്തായാലും എന്തൊക്കെ പറയണല്ലോ. ഓക്കെ, ഞാൻ പറയാം കേട്ടോ, നിങ്ങൾ എപ്പോൾ പോയിക്കോളൂ, പിന്നീട് പറയാന്ന് പറയുമ്പോൾ എന്താ നമ്മളെ മനസ്സിലെന്താ, ഇവർ പുറത്തിറങ്ങിയോട്ടെ പറയും, ആ പഹയൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെയും പറയും, അവനെ വേണ്ടാന്നുള്ള നമ്മൾ പറയും. മനസ്സിലായില്ലേ?
ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവൻ അടുത്ത കമ്പനി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് അവൻ വേറെ അവിടെ പോയി പറയും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണ്ട, അവ കഴിഞ്ഞ കമ്പനികളെ കുറിച്ചുള്ള വേണ്ടാത്ത എക്സ്പീരിയൻസ്. കാരണം എനിക്ക് സാലറി കുറച്ച് അധികം വേണമായിരുന്നു, പക്ഷെ ആ കമ്പനിക്ക് അത്ര ചെയ്യണ കപ്പാസിറ്റി ഉള്ളൂ, അവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മറ്റൊരു ഓപ്പർച്യൂണിറ്റീസ് നോക്കിയതാണെന്ന് പറയാം. അല്ലാതെ അവിടുത്തെ കുറ്റം കുറവ് ഉള്ള കാര്യം മുഴുവൻ നാട്ടുകാരോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? എന്നോട് പോയി ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ എന്ത് ചെയ്യാം? നാളെ ഇവൻ എന്നോട് തെറ്റും, എന്നെ കുറിച്ച് വേറെ പോയി പറയും. അപ്പൊ ആദ്യം തന്നെ എന്നോട് മാസസ്ഥലം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. മനസ്സിലായോ? ഏത് കമ്പനി പോയി കഴിഞ്ഞാലും അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് തരും. അതിനുശേഷം നിങ്ങൾ അവിടെ ഇരുത്തത്തുള്ളൂ. നിങ്ങൾക്ക് അത് ചെയ്യാനും പഠിക്കാനുള്ള നോളജോ സ്കില്ലോ ഉണ്ടെങ്കിൽ യു ആർ ഗോട്ട് അപ്പോയിന്റഡ്. മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാനാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പം ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അപ്പൊ എക്സ്പെൻസിന്റെ കാര്യം ജസ്റ്റ് അതുകൂടി പറഞ്ഞാൽ അതിനുശേഷം നമുക്ക് പിന്നെ നമുക്കൊരു സെഷനും കൂടി വരും കേട്ടോ. മറ്റേ സെഷൻ കയറുന്നതിന് മുമ്പ് ഒരു സെഷനും കൂടി വരും. ഉണ്ടാവത്തില്ലേ? കാരണം അവരെ കൂടെ നമ്മൾ ഓടി എത്തണം. കാരണം കുറച്ച് ഇത് ഈ ഒരു സെഷൻ മനസ്സിലാവുന്നില്ല, മറ്റേനെക്കാട്ടിലും കൂടുതൽ മനസ്സിലാവുന്നുണ്ടോ? ഇത് ക്ലിയർ അല്ലേ? ഇപ്പൊ മറ്റേ സെഷനെക്കാട്ടി മറ്റേ ഞങ്ങൾക്ക് ഒന്നും കൂടി കുറച്ചുള്ള എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാകുമ്പോൾ അവരും കൂടി കൺസിഡർ ചെയ്തിട്ട് കുറച്ച് സ്പീഡ് പോകും. ഇതൊന്നുകൂടി ക്ലാരിറ്റി ഇല്ലേ? അതെ, ഈ ഇല്ലാത്തവരെ മാത്രം ഒരു ഗ്രൂപ്പ് ആക്കി. എന്റെ സമയം എന്തല്ല പ്രശ്നം എന്താ അറിയോ? ആക്ച്വലി ഞാൻ ഭയങ്കര നല്ല തിരക്കുള്ള ആളാ. നിങ്ങൾ പല ആളുകളും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഞാൻ റീപ്ലൈ തരാൻ കഴിയാത്ത സമയമില്ലാത്തതുകൊണ്ടാ. സമയം എത്ര പ്രശ്നമാണ്. ആക്ച്വലി നിങ്ങൾക്ക് എന്റെ സെഷൻ നിങ്ങൾ ആനൂക്കാണ് ചോദിച്ചു നോക്കുക. രാവിലെ 4:50 തുടങ്ങുന്ന പരിപാടി അത്. ഞങ്ങള് 4:50 4:50 കയറുന്ന ക്ലാസ് ആയത്. അത് തുടങ്ങിയിട്ട് പിന്നെ 7 മണിയാകുമ്പോഴേക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് 7 മണിക്ക് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതൊക്കെ കഴിഞ്ഞ് 5, 6, 7 മണിയാകുമ്പോൾ ഇവിടെ എത്തി അഗെയിൻ ഞാൻ ഇതേപോലെ ക്ലാസ്സിന് കയറും. സമയമാണ് പ്രശ്നം. പിന്നെ പഠിച്ചോന്ന് തന്നെ പറയാറുണ്ടല്ലോ, ഒരിക്കലും സമയത്തിനെ കുറ്റം പറയരുത്. ഇന്നമ അനദ്ദഹർ എന്ന് പറഞ്ഞു, ഞാൻ തന്നെയാണ് കാലം എന്ന് പഠിച്ചോൻ പറയാറുണ്ട്. സമയത്തിനെ കുറ്റം പറയുന്നില്ല, പ്രശ്നം അതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇടക്കിടക്ക് സെഷൻ വെച്ച് അവരെ കൂടെ എത്താനുള്ള പരമാവധി ശ്രമം എന്റെ ഭാഗത്ത് ഉണ്ടാക്കാം. നിങ്ങളും അതിനനുസരിച്ച് ആത്മാർത്ഥമായിരുന്ന പരിപാടി പെട്ടെന്ന് നടക്കും. ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ശരിക്കും ഒരു സർവീസ് ആണല്ലോ. അപ്പൊ ശരിക്കും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് വലിയൊരു കാര്യമാണെന്ന് പറയും. ഓക്കെ, താങ്ക് യു. എനിക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട് ഇത് നിങ്ങളുടെ അടുത്തല്ല, ഞാൻ വേറെ രീതിയിലൊക്കെ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. വെറുതെ നമ്മൾ ഒരാളും കാര്യം ചെയ്തില്ല. സാർ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. അപ്പോ സാറിന്റെ കഷ്ടപ്പാടുകൾ അറിയാവുന്നതുകൊണ്ട് സാറ് മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് അത് സത്യസന്ധമായ കാര്യം. ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ള സത്യസന്ധമായ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ഈ കാണുന്ന എന്റെ ശരീരം, മജ്ജ, മാംസം എല്ലാം, താടി, മുടി എല്ലാം പുറത്തുള്ള ആളുകളെ സംഭാവന ഇത് തന്നെയാണ്. ദാറ്റ് മീൻസ് ഞാനൊരു അനാഥാലയത്തിൽ പഠിച്ചാണ്. ആളുകൾ എന്നെ സഹായിച്ചുകൊണ്ട്, ആളുകളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഈ തടിയും ശരീരമൊക്കെ ഉണ്ടായത്. സോ അതിന്റെ ഒരു ഭാഗം പ്രാർത്ഥനകൾ എപ്പോഴും കൂടെ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. അപ്പം ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ള രീതിയിൽ തന്നെ അത് ചെയ്യുന്നതിനാണ് ആത്മാർത്ഥമായിട്ട് പറയുന്നത്. അത് അങ്ങനെ അല്ലല്ല, ഞാൻ MBA ഫിനാൻസ് ആണ്. ഫിനാൻസ് മാത്രമല്ല, MBA ഫിനാൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, ഇങ്ങനെ 3 MBA ഉണ്ട് ഈ ഒരു സെഗ്മെന്റിലെ കളി. എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ്. ആളുകളോട് സംസാരിക്കുക, സംവദിക്കുക, കൂടുതൽ ആളുകളുടെ പ്രശ്നങ്ങളുള്ള ആളുകളെ എടുത്ത് പൊന്തിച്ച് അവരെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുക. ഇത് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഉദാഹരണം, ഇപ്പൊ ബന്ന സാറിന് നല്ല ടെൻഷനിൽ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ബന്ന സാറിന്റെ ഒരു മേഖല കണ്ടെത്തും. ആ മേഖല കണ്ടെത്തിയിട്ട് ബന്ന സാറിനെ ആ റൂട്ടിലേക്ക് വിടും. ഇത് എൻ്റെ ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്ന കാര്യമാണ്. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം, പൈസ ഇല്ലാത്ത ആളുകൾക്ക് ഓൺലൈനിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കാം. ഇത് ഓൺലൈനിലൂടെ പൈസ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ നേരെ മറിച്ച് എല്ലാവരും ഈ മണി ചെയിനും അങ്ങനത്തെ കുരുമാലൊന്നും പോയി പെടരുത്. അങ്ങനത്തെ ഒരു ബിസിനസ് ഇല്ല, ലാഭം മാത്രമുള്ള ഒരു ബിസിനസ് ലോകത്ത് എവിടെയില്ല. നല്ല രീതിയിൽ അധ്വാനിച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ നല്ല പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഓൺലൈൻ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഇഷ്ടംപോലെ ചെയ്യാനുള്ള പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ. അപ്പം ചാരിറ്റി അല്ലെങ്കിൽ ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പൈസ കൊടുക്കാൻ പറ്റുന്നവർ പൈസ കൊടുക്കാം, അറിവ് കൊടുക്കാൻ പറ്റുന്നവർ അറിവ് കൊടുക്കാം, സംസാരം കൊടുക്കാം, ഒരാളെ മനസ്സുകൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാം, ചിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചിരിച്ചു കൊടുക്കാം. പുഞ്ചിരി പോലും ദാനധർമ്മമാണെന്നുള്ളത് നമ്മളെ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വെറുതെ ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഇതും കൂടി പറഞ്ഞ് പൂർത്തിയാക്കാം. നമ്മളെ എക്സ്പെൻസിന്റെ കാര്യം കൂടി പറഞ്ഞ് പൂർത്തിയാക്കാം. അതുകൂടെ അത് പൂർത്തിയാവല്ലോ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആകുന്നത് വരെ എന്തൊക്കെ തരത്തിലുള്ള ചെലവുകൾ ഉണ്ടോ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ്. ബാക്കി എന്ത് എക്സ്പെൻസ് ഒരു ബിസിനസ്സിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ?
സെറ്റ് ആയല്ലോ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു എക്സ്പെൻസ് കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു സ്ഥാപനത്തിൽ എത്തുമ്പോൾ നമുക്കറിയാം, സ്ഥാപനത്തിൽ എത്തുമ്പോൾ ഇതൊരു പ്രശ്നമല്ല. നമ്മൾ ബുക്കിൽ എഴുതുമ്പോൾ മാത്രമാണ് ഇത് പ്രശ്നം. സ്ഥാപനത്തിൽ എത്തുമ്പോൾ ഉദാഹരണം ഇപ്പം എൻ്റെ അടുത്ത് നജ്മ മാഡം വന്നിട്ട് പറയാണ് എനിക്കൊരു 100 രൂപ വേണം, ഇന്ന ആവശ്യത്തിനാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഇന്ന ആവശ്യമാണ്, ഇത് ഇന്ന ആവശ്യമാണ്. അത് സെയിൽ ചെയ്യുന്നിടത്ത് ഉദാഹരണം ട്രാവലിങ്ങിന് വേണ്ടി ഒരു 50 രൂപ വേണമെന്ന് കൗണ്ടറിൽ നിന്ന് വാങ്ങി പോകുമ്പോൾ നമുക്കറിയാം ഇയാൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുമ്പോഴുള്ള ചിലവാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആണ്. ഈ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴുള്ള ചിലവാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അത് ഒരു സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റായി നിൽക്കുമ്പോൾ നമുക്കറിയില്ല, നമ്മുടെ അടുത്ത് വന്ന് പൈസ ഒപ്പിട്ട് വാങ്ങി പോകുന്നതിന് ഇതെന്തിനാ കൊണ്ടുപോകുന്നത്, വെറുതെ ഒരാൾക്ക് നമ്മൾ പൈസ എടുക്കും. ഇപ്പൊ എന്നോട് ചോദിക്കും എടുക്കാൻ പോണേ, അപ്പൊ സാധനം വാങ്ങാൻ പോവാം, അല്ലെങ്കിൽ എടുക്കാൻ പോകണം, ഞാൻ ഇപ്പം പോയി വരാം, ഞാൻ ആ സാധനം ഡെലിവറി ചെയ്ത് ഇപ്പോൾ വരാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഡെലിവറി ചെയ്യാനുള്ള എക്സ്പെൻസ് ആണ്. ക്ലിയർ ആയില്ലേ? ഡെലിവറി എക്സ്പെൻസ് ആകുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയി, പർച്ചേസ് എക്സ്പെൻസ് ആകുമ്പോൾ അത് ഡയറക്റ്റ് ആയി. ദാറ്റ്സ് ഇറ്റ്. നേച്ചർ അനുസരിച്ച് വ്യത്യാസപ്പെടും. എങ്ങനെ? നാച്ചർ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടാം. ക്ലിയർ ആയില്ലേ? ഇനി അഡ്വർടൈസിങ് ഡയറക്റ്റ് ആയിട്ടും വരാം, ഇൻഡയറക്റ്റ് ആയിട്ടും വരാം. അഡ്വർടൈസിങ് ഡയറക്റ്റ് ആയിട്ടും വരാം, ഇൻഡയറക്റ്റ് ആയിട്ടും വരാം. അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഒരു സ്ഥാപനം മാർക്കറ്റിംഗ് വേറെ, അഡ്വർടൈസ്മെന്റ് വേറെ, രണ്ട് ഡിഫറെന്റ് ടേം ആണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന് ഒന്നായിട്ട്, പ്രൊഡക്റ്റ് നല്ല സ്ഥാപനത്തിന് മൊത്തത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ഇൻഡയറക്റ്റിലേക്ക് വരും. ഈ ഒരു പ്രൊഡക്റ്റിനെ മാത്രം എക്സ്ക്ലൂസീവ്ലി വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റിലേക്ക് വരും. ദാറ്റ് മീൻസ് ഞാനിപ്പം ഒരു കോഴ്സ് UAE വാറ്റിന്റെ കോഴ്സ് സെല് ചെയ്യുന്നുണ്ട് 5000, അതായത് 12,500 രൂപയുടെ കോഴ്സ് ഞാനിപ്പോൾ ഓഫർ പ്രൈസിൽ 5000 രൂപക്ക് കൊടുക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോർപ്പറേറ്റ് ടാക്സും UAE വാറ്റിന്റെയും ആന്റി മണി ലോണ്ടറിങ്ങിന്റെ കോഴ്സ് ഞാൻ ഓൺലൈനകത്ത് കൊടുക്കുന്നുണ്ട്. 5000 രൂപ, 12,500 രൂപക്ക് ഇപ്പൊ ഞാൻ 5000 രൂപക്ക് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കോഴ്സിന് വേണ്ടി മാത്രം ഞാൻ ഓൺലൈനിൽ പരസ്യം ചെയ്തു. ഹലോ, ഈ കോഴ്സിന് വേണ്ടി മാത്രം ഞാൻ ഓൺലൈനിൽ പരസ്യം ചെയ്തു. ആ എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ്. കാരണം എന്താ, എനിക്ക് ഇതിന്ന് ഈ ഓൺലൈൻ കോഴ്സ് നടത്തിയപ്പം എനിക്ക് ഈ ഒരു മാസം 20,000 രൂപ വരുമാനം കിട്ടിയെന്ന് വിചാരിക്കും. 4 കോഴ്സ് വിട്ട് 20,000 രൂപ കിട്ടി. ഇതിന്റെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 2,000 രൂപയാണെങ്കിൽ ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 2,000 രൂപയാണ്. പിന്നെ ഇതിന് ഞാൻ ഉപയോഗിച്ച സൂം ആയിരിക്കാം, ഇതിന് വേണ്ടി ഉപയോഗിച്ച ഇലക്ട്രിസിറ്റി ആയിരിക്കാം, ഇതൊക്കെയാണ് ഇതിന്റെ ഡയറക്റ്റ്. അതൊക്കെ കഴിച്ച് നോക്കുമ്പോൾ ബാക്കി ഒരു 15,000 ഉണ്ടെങ്കിൽ അതാണ് അതിന്റെ. മനസ്സിലായില്ലേ സംഭവം? എന്താന്ന് മനസ്സിലായില്ലേ? ഇനി ഞാൻ എന്റെ കമ്പനിയെ മൊത്തമായിട്ട് ബ്രാൻഡ് ചെയ്യാണ്. ഓൺ അക്കാഡമി എന്ന് പറഞ്ഞ കമ്പനിയെ എൻഗേജ്മെന്റും അഡ്വർടൈസ്മെന്റ് എല്ലാം കൊടുത്ത് ഭയങ്കര, ഇതെന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരിക. ഇപ്പൊ മനസ്സിലായി കത്തിയ സംഭവം? ഒരേ അഡ്വർടൈസ്മെന്റ് ഡിഫറെന്റ് ആംഗിളിലേക്ക് പോയതുണ്ടോ? അപ്പൊ ഏത് സംഭവം ചെയ്യുകയാണെങ്കിലും ഈ രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. കത്തിയെന്ന് വിചാരിക്കണം. ഇനി ചെറിയൊരു ഭാഗം കൂടി പറയാം. ഇൻകം 2 രീതിയിലുണ്ട്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. ഇൻകം 2 രീതിയിലുണ്ട്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. ഒരു 10:05 ആകുമ്പോഴേക്ക് അവസാനിപ്പിക്കാം. ഫാമിലി അവേഴ്സ് ആണ്, ഞാൻ ആരും കവർന്നെടുക്കുന്നില്ല. എനിക്കറിയാം എൻ്റെ ഫാമിലി താഴത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ എല്ലാവരും ഇതേപോലത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും കവർന്നെടുക്കില്ല. ഒരു 10:05 അവരുടെ ഒരു 5 മിനിറ്റ്സ് എക്സ്ക്യൂസ് പറയാം. ഇൻകം. അപ്പൊ ബിസിനസ്സിനകത്ത് നമ്മൾ പറഞ്ഞു അസറ്റുകൾ 2 രീതിയിൽ, ഫിക്സഡ്, കറണ്ട് അസറ്റ്, ലാബിലിറ്റി, ലോങ് ടേം, ഷോർട്ട് ടേം, എക്സ്പെൻസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, ഇൻകം ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇൻകം ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇൻകം ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബിസിനസ് ആണോ നമ്മൾ ചെയ്യുന്നത് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഡയറക്റ്റ് ഇൻകം. ഉദാഹരണം, ഞാനൊരു സർവീസ് മേഖലയാണ് നടത്തുന്നതെങ്കിൽ ഞാനിപ്പോൾ ഒരു കോഴ്സ് സെയിൽ ചെയ്തിട്ടാണ് എൻ്റെ ബിസിനസ് അല്ലേ, ഞാൻ കോഴ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. ഈ കോഴ്സ് സെയിൽ ചെയ്യുമ്പോൾ ഈ കോഴ്സ് സെയിൽസിൽ നിന്ന് എനിക്ക് നേരിട്ട് കിട്ടുന്ന ഇൻകമാണ് ഡയറക്റ്റ് ഇൻകം. ഈ കോഴ്സ് സെയിൽ ചെയ്യുന്നതിനിടയിൽ ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്, യൂട്യൂബിനകത്ത് എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്, ഇത് എൻ്റെ ഇൻഡയറക്റ്റ് ഇൻകം ആണ്. കിട്ടിയോ? കറക്റ്റ് ആയോ? ഞാൻ ഈ കോഴ്സ് സെയിൽ ചെയ്യുന്ന എൻ്റെ മെയിൻ ഇൻകം എന്താ? നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് കോഴ്സ് സെയിൽ ചെയ്യുന്നു, അതുവഴി നിങ്ങൾ എനിക്ക് പൈസ തരുന്നു, പൈസ തരുമ്പോൾ എന്ത് ചെയ്യുന്നു, എനിക്ക് വരുമാനം കിട്ടുന്നു. ഇത് എൻ്റെ ഡയറക്റ്റ് ഇൻകം ആണ്. ഇതിനല്ലാത്ത രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ എനിക്ക് കമ്മീഷൻ തരുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ബന്ന പറയും നിങ്ങൾ എൻ്റെ പ്രൊഡക്റ്റ് യൂട്യൂബിനകത്ത് മാർക്കറ്റ് ചെയ്യും. അതെന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. എന്നാൽ യൂട്യൂബ് മാത്രം ചെയ്യുന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കിട്ടുന്ന ഇൻകം അയാളുടെ ഡയറക്റ്റ് ഇൻകം ആയിരിക്കും, ബാക്കിയുള്ള ഇൻകം അയാളുടെ ഇൻഡയറക്റ്റ് ആയിരിക്കും. കത്തിയോ? റെഡി അല്ലേ? ഇനി വേറെ, ഞാനിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. ഈ സൂപ്പർ മാർക്കറ്റിന്റെ എൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, ഇതിന് കിട്ടുന്ന ഇൻകം ആണ് എൻ്റെ വരുമാനം. അപ്പൊ എൻ്റെ സൂപ്പർ മാർക്കറ്റ് വലിയ സൂപ്പർ മാർക്കറ്റ് ആണ്. അതിന്റെ വലത് ഭാഗത്ത്
ചെറിയൊരു സ്പേസ് കിടക്കുന്നുണ്ട്. ഈ സ്പേസിൽ ഞാൻ പറയാണ്, ഒരു കാതിർക്ക എന്ന് പറഞ്ഞ ഒരാൾ, കാതിർക്ക നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആ സൂപ്പർ മാർക്കറ്റിന്റെ ആ സ്പേസിനകത്ത് കുറച്ച് സ്ഥലം, ലാസ്റ്റിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്, നിങ്ങൾ അവിടെ ഒരു ചെറിയ പെട്ടിപ്പീടിയായിട്ട് ചായക്കട തുടങ്ങിക്കോളും. നിങ്ങൾ എനിക്കൊരു ദിവസം എന്ത് ചെയ്യുന്നു, ഒരു 50 രൂപ 100 രൂപ തന്നാൽ മതി. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരെന്ത് ബിസിനസ് ചെയ്യുന്നു, അവർ എല്ലാ ദിവസവും 100 രൂപ 200 രൂപ നമുക്ക് റെന്റ് ആയിട്ട് തരുന്നുണ്ട്. ആ ഇൻകം എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. എന്റെ മെയിൻ ഇൻകം എന്താണ്? ഞാൻ കച്ചവടം നടത്തിയിട്ട് കിട്ടുന്ന ഇൻകം. സത്യം. അപ്പൊ എന്താ പറയാ, മാനുഫാക്ചറിങ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം, ട്രേഡിംഗ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് സെയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ് ഡയറക്റ്റ് ഇൻകം. സർവീസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇൻകം ഫ്രം ദാറ്റ് സർവീസ്. ബാക്കി എന്തെല്ലാം സൈഡിൽ നിന്ന് കിട്ടുന്നു അതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്തിനാ ഇത് മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് ഡിഫറെന്റ് അക്കൗണ്ട്സ്, അതായത് നമ്മളിനി പഠിക്കുന്ന റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, അനലൈസിംഗ് ഒക്കെ പറയുന്നില്ലേ, ലെഡ്ജർ, ജേണൽ, ട്രയൽ, ഇതിലെല്ലാം ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഏതൊക്കെയാണ് അക്കൗണ്ട്സ് എന്താന്ന് പഠിച്ചു, ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ് ആണെന്ന് പഠിച്ചു, അക്കൗണ്ട്സിൽ ഏതൊക്കെ ഫംഗ്ഷൻസ് ആണെന്ന് പഠിച്ചു, ഏതൊക്കെ ഗ്രൂപ്പുകളാണ് അക്കൗണ്ട്സിൽ ഉള്ളതെന്ന് പഠിച്ചു, ഏതൊക്കെ സബ് ഗ്രൂപ്പുകളാണ് അക്കൗണ്ട്സിൽ ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യും പഠിച്ചു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അഗ്നീസ് അനിൽ, നിങ്ങളൊക്കെ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഞാൻ നിങ്ങൾ കുറെ കാലം നിങ്ങൾ വീഡിയോയിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചേട്ടോ. നിങ്ങൾ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ എന്റെ കൂടെ കൂടിയില്ലായിരുന്നോ? 2020 കാലഘട്ടത്തിൽ. 2020 ഞാൻ GST പഠിപ്പിക്കുമ്പോൾ നിങ്ങളില്ലേ? ഞാൻ ഇപ്പൊ നിങ്ങളെ ഫേസ് കണ്ടപ്പോ ആലോചിച്ചെടുത്ത് എവിടെയോ കാണും. 2020 20 അത് നല്ല ഓർമ്മയുള്ള അല്ല 2020 അല്ലേ? അതെ അതെ 2020 ഏത് ബാച്ചാ? എനിക്ക് തോന്നുന്നത് രാത്രിയിലത്തെ 9 മണിനെങ്ങാനും ബാച്ച്, അതിനകത്താ? അതെ രാത്രി വാച്ച. അന്ന് എത്ര ആളുകളുണ്ടായി? 150 160 ആളുകൾ. 150ന്റെ അടുത്ത് ആ ബാച്ചാണോ? അതെ അതെ ഗ്രേറ്റ്. ഇത്രയും കാലമായിട്ട് ഓർക്കണല്ലോ. സന്തോഷം. ഞങ്ങൾ അതിന്റെ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് എവിടെ നിന്ന് തന്നെ നമ്പർ കിട്ടിയെന്ന് ആലോചിച്ചാ എങ്ങനെ. വീണ്ടും വരാൻ കാരണം അതൊക്കെ മറന്നുപോയോ? 2020 കാലഘട്ടത്തിൽ പഠിപ്പിച്ചാ. എനിക്ക് അവരെ ഫേസ് കണ്ടപ്പോ അപ്പൊ കത്തി, ഇത് എവിടെയോ ഞാൻ ഇങ്ങനെ നേരത്തെ ആലോചിക്കാം, എവിടെയോ അത് കണ്ട. ഇങ്ങനെ ആലോചിക്കുക. പഴയ 2020 അന്ന് എത്രയാ ഫീസ് ഉണ്ട്? 2500 രൂപയാ. 2400. 2400 രൂപ തന്ന എത്ര ആൾക്കാരുണ്ടായിരുന്നു അന്ന്? 150 160 ആളുകൾ ഒരു ബാച്ചിൽ അല്ലേ? അത്രയുണ്ട്. അത്ര അങ്ങനത്തെ എത്ര ബാച്ച് ഉണ്ടായിരുന്നു അന്ന്? രാവിലെ 8 മണിക്ക് ഒരു ബാച്ച്, 12 മണിക്ക് ഒരു ബാച്ച്. വന്ന് ഫുള്ള് തിരക്കായിരുന്നു അല്ലേ? ഓക്കെ. നിങ്ങളെ കണ്ടതിൽ സന്തോഷം കേട്ടോ. എത്രയും കാലം കണ്ടിട്ട് ഈ ബന്ധം എന്താ ഓർമ്മ, എത്ര ആൾക്കാരെ കണ്ടിട്ട് അതിന്റെ ഇടയ്ക്ക് തന്നെ ഓർത്തല്ലോ. ഓക്കെ ഓക്കെ, സന്തോഷം. എന്നുവെച്ചാലും